നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ വിവാദങ്ങൾ കത്തിക്കയറുകയാണ്. മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതായി ആരോപിച്ച് പേരാമ്പ്രയിൽ LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണന് നോട്ടീസ് കിട്ടി. വിവാദമായ അനൗൺസ്മെൻറ്റിലെ ഒരു വാചകത്തോട് മാത്രമാണ് തനിക്ക് വിയോജിപ്പെന്നും പാർട്ടി അംഗീകരിച്ച പ്രചരണത്തിൽ ഇത് ഉൾപ്പെട്ടിട്ടില്ല എന്നും TP രാമകൃഷ്ണൻ വ്യക്തമാക്കുന്നു. നമ്മുടെ ഖൗമിലക്കുട്ടി വിവാദം UDFന് നേട്ടമാകുമോ, അതോ അത് തിരിഞ്ഞുകുത്തുമോ? അതേസമയം പാലക്കാട് UDF സ്ഥാനാർത്ഥിയായ രമേഷ് പിഷാരടിയെ പ്രചരണത്തിനിടെ തടഞ്ഞ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. BJP കൗൺസിലർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് നടപടി. ഭീഷണിപ്പെടുത്തിയെന്നും പ്രചാരണ അവകാശം നിഷേധിച്ചുവെന്നുമാണ് കോൺഗ്രസിൻ്റെ പരാതി. ഗുരുവായൂരിൽ മുൻ MLA-മാരുടെ പേരുകൾ എഴുതിയ ഫ്ലക്സാണ് വിവാദമായത്. തൻ്റെ നടപടിയിൽ നിയമപരമായ ഒരു തെറ്റുമില്ലെന്നാണ് BJP വൈസ് പ്രസിഡന്റ് കൂടിയായ B ഗോപാലകൃഷ്ണൻ്റെ നിലപാട്. ഈ പ്രചരണത്തിൻ്റെ കാലം വിവാദങ്ങളുടെ കൂടി കാലമാവുകയാണോ? വിവാദങ്ങൾ വോട്ടർമാരെ എങ്ങനെ സ്വാധീനിക്കും? പ്രചാരണ സ്വാതന്ത്ര്യവും ചട്ടലംഘനവും വ്യാപകമായി നടക്കുന്നുണ്ടോ ഇവിടെ? വിവാദങ്ങൾ ആർക്ക് ഗുണമാകും? ന്യൂസ് 18 പൊതുവേദി ഈ വിഷയം ചർച്ച ചെയ്യുന്നു. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. യെസ്, എൻ്റെ ആദ്യ കോളർ മുഹമ്മദ് അഷ്റഫ് വയനാട്ടിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ മുഹമ്മദ് അഷ്റഫ്, അതെ പറയാം. നമസ്കാരം. ഈ വിവാദങ്ങൾ എങ്ങനെ തിരിഞ്ഞുകുത്തും അല്ലെങ്കിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നൊക്കെയാണ് ശ്രീ മുഹമ്മദ് അഷ്റഫ് കരുതുന്നത്? തീർച്ചയായിട്ടും ഈ വിവാദങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ TP രാമകൃഷ്ണൻ തിരിഞ്ഞുകുത്തു തന്നെ ചെയ്യും. ഞാനും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആശയക്കാരൻ തന്നെയാണ്. ഒരിക്കലും നമ്മൾ സമൂഹത്തിൽ ഒരു ചിത്രത ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രചരണത്തിന് പ്രാധാന്യം കൊടുക്കരുത്. അത് കൊടുക്കുകയാണെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ആദ്യം ഒരു എഡിറ്റിംഗ് ആവശ്യമല്ലേ. ഇങ്ങനെ ഒരു സാധനം റെക്കോർഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് തങ്ങളുടെ പാർട്ടിക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ള ചിന്താഗതി എന്തായാലും വിളിച്ചു പറയുന്ന റെക്കോർഡ് ചെയ്യുന്ന വ്യക്തിക്ക് അറിയാമല്ലോ. ഇതിപ്പം പേരാമ്പ്രയുള്ള നിസരിയെ പറയുന്ന ഒരു ക്ലബിൽ വെച്ചാണ്, ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വെച്ചാണ് ഇത് രാമചന്ദ്രൻ പറയുന്ന ഒരാളാണ് റെക്കോർഡ് ചെയ്തതെന്ന് പറയും. ഇദ്ദേഹത്തിന് അറിയില്ലേ ഇത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ഇതാണ് എനിക്ക് എഴുതി കിട്ടിയത്, ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ ഈ സൗണ്ട് എയറിലേക്ക് വന്നാൽ അത് പാർട്ടിയെ തിരിച്ചു ബാധിക്കില്ലേ എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാവണ്ടേ. ഇനി അത് മാത്രമല്ല, ആ പ്രദേശത്തുള്ളവർക്കൊക്കെ ഇത് കേൾക്കുന്നവർക്കെങ്കിലും ശകലം ബോധം വേണ്ടേ. ഇത്തരം കാര്യങ്ങൾ പറയാൻ പാടില്ല, അത് ഉണ്ടായാൽ അത് നമ്മൾക്ക് വിപരീതമായ വരുവുള്ളൂ. പല തെളിവുകളില്ലേ, തൊട്ടുമുമ്പ് കാണിച്ച കാസറിന്റെ തെളിവുകൾ പണ്ട് നമുക്ക് കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ തന്നെ പറയാം. അതൊക്കെ തെളിവുകൾ അവിടെ ഇല്ലേ. അപ്പം അതിനൊരു എന്തായാലും ഇത് പാർട്ടിക്ക് എതിരായി തന്നെ വന്നു ചേരുകയുള്ളൂ. സൂക്ഷ്മത കുറച്ചുകൂടെ പാലിക്കേണ്ടതാണ് നിർബന്ധമായിരുന്നു. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഇപ്പം എന്നോടൊപ്പം പ്രദീപ് കൂടി ന്യൂയോർക്കിൽ നിന്ന് ചേരുകയാണ്. ശ്രീ പ്രദീപ്, ന്യൂയോർക്കിലെ ആ സാഹചര്യങ്ങൾക്കിടയിലും ഇവിടുത്തെ ഈ തെരഞ്ഞെടുപ്പ് വിവാദങ്ങളൊക്കെ അറിയുന്നുണ്ടോ? പല തരത്തിലുള്ള വിവാദങ്ങൾ പൊങ്ങി വരികയാണ്. നമസ്കാരം മിസ്റ്റർ ബെന്നു. നമസ്കാരം. മിനു, ഞാനിപ്പോ ബെർമുഡയിലാണ്. കാരണം ഞാൻ പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്ന അവിടുത്തെ PR ആണെന്നുണ്ട് പുള്ളിക്കാരൻ പറഞ്ഞ് ന്യൂയോർക്കിലൊന്ന് എഴുതിയായിരിക്കും. ഓക്കെ, കുഴപ്പമില്ല, നോ പ്രോബ്ലം. അതേ മിന്നു, നാട്ടിന്റെ ഓരോ സ്പന്ദനങ്ങളും വികസനവും അല്ലെങ്കിൽ അതുമായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ ഞാൻ ഈ ന്യൂസ് 18 കൂടുതൽ വാച്ച് ചെയ്യാറുള്ളത്. ഏഷ്യാനെറ്റ് അങ്ങനെയുള്ള ന്യൂസ് ഇങ്ങനെ വർക്കിന്റെ ഇടയിൽ ഓടിക്കൊണ്ടിരിക്കും. അപ്പൊ കാണുന്നുണ്ട്. എല്ലാ മിക്കവാറും ന്യൂസുകൾ എന്റെ ശ്രദ്ധയിൽ പെടുകയും ചെയ്യും. സെയിം ടൈം ഇന്റർനാഷണൽ വാച്ചുകളും കാണും. മിസ്റ്റർ മനു, സബ്കെ സാത്ത് സബ്കെ വികാസ്. ഹലോ ഹലോ, കഴിഞ്ഞ വർഷം സംസാരിച്ച് എവിടെയൊക്കെ ഫോൺ ഇടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്, നെറ്റ്വർക്കിന്റെ ഇഷ്യൂസ് വരുന്നുണ്ട്. നോക്കണം മിസ്റ്റർ മനു, സബ്കെ സാത്ത് സബ്കെ വികാസ് ഇതാണ് പ്രധാനമന്ത്രി ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന ആ ഒരു പദ്ധതി. എല്ലാ ജനങ്ങളും ഒന്നു ചേർന്ന് ജീവിക്കണമെന്നും ജാതി മതത്തിന് വലിയ പ്രാധാന്യമില്ലാതെ വളരെ വളരെ സാഹോദര്യത്തോടെ ജീവിക്കാൻ വേണ്ടി ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ ഈ 2026 നമ്മുടെ നാട്ടിൽ ഉണ്ടായില്ലെങ്കിൽ അത് തരുന്നൊരു സന്ദേശം ലോകത്തിൽ തന്നെ നമ്മുടെ കുട്ടികളും നമ്മുടെ സമൂഹം എങ്ങനെ മുന്നോട്ട് വരുന്നുള്ളതാണ്. ഇപ്പോഴും ജാതിയും മതവും പറഞ്ഞ് വോട്ട് പിടിക്കുന്നു. എല്ലാവരും ഇത് ചെയ്യുന്നതാണ് കേട്ടോ, സത്യമായിട്ട് പറയുന്നു. ഈ ബി ജെ പി വർഗീയ പാർട്ടി എന്ന് പറയുന്ന അതേ ടീംസ് തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. ഇതിനെ ഒരു സൈഡിൽ കൂടെ കോൺഗ്രസ് പ്രോത്സാഹിപ്പിക്കും, മറു സൈഡിൽ കൂടെ കമ്മ്യൂണിസ്റ്റും പ്രോത്സാഹിപ്പിക്കും. ഇന്ന് തന്നെ തോമസ് ഐസക് പറഞ്ഞത് SDP ഭീകര പാർട്ടിയാണ്, SDP തീവ്രവാദി പാർട്ടിയാണ്, പക്ഷെ ഞാൻ വോട്ട് വേണം. അങ്ങനെ ഹലോ
യെസ്, വ്യക്തമാണ്. താങ്കൾ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നമുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ അതാണ് പ്രദീപിൻ്റെ പ്രതികരണം. എന്നോടൊപ്പം ഷിജു യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. നമസ്കാരം എന്ന് പറയുന്നു. SDPIയും RSSും ബൈ ആണെന്നാണ് ഷിജു പറയുന്നത്. ഓക്കെ, സുനിൽകുമാർ എന്നോട് പറയുന്നത് എനിക്ക് നമസ്കാരമാണ് പറയുന്നത്. താങ്ക് യു. അപ്പോൾ ഹൂ ഈസ് ഇൻ ചാർജ്? ഈ ഷിജുവിന് എല്ലാ ദിവസവും കുറേ ചോദ്യങ്ങൾ കേട്ടോ. ഹൂ ഈസ് ഇൻ ചാർജ് ഓഫ് ന്യൂസ് 18 യൂട്യൂബ് കമൻറ്റ് സെക്ഷൻ? അങ്ങനെ ഒരു ചാർജ് ഒന്നും പ്രത്യേകിച്ചില്ല. ഞാൻ തന്നെയാണ് ഇപ്പോൾ ഇവിടെ തൽക്കാലം ഇത് മാനേജ് ചെയ്യുന്നത്. ഓക്കെ, മുരളീധരൻ നായർ MN എന്നോട് പറയുന്നു മനുവിന് നമസ്കാരം എന്ന് പറയുന്നു. ഗുരുവായൂരിലും പാലക്കാടിലും ഉടൻ കേസെടുക്കും എങ്കിൽ പേരാമ്പ്രയിൽ മാത്രം എന്തിനു മുട്ടിടിക്കുന്നു? അതാണ് ഇന്ത്യ സഖ്യം എന്ന് പറയുന്നു സുനിൽ. അപ്പോൾ സബ്കെ സാത്ത് സബ്കെ വികാസ് ഓൺലി ഇൻ പേപ്പർ എന്ന് പരിഹസിക്കുന്നുണ്ട് മറ്റൊരു പ്രേക്ഷകൻ. ഓക്കെ, ശശിധരൻ എന്നോടൊപ്പം ചേരുന്നത് വയലാറിൽ നിന്നാണ്. ശ്രീ ശശിധരൻ വയലാർ, ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ ഒരു സ്ഥാനാർത്ഥിയെ ലക്ഷ്യമാക്കി ഇങ്ങനെ ഒരു പ്രചരണം നടത്തുന്നു. വേറൊരിടത്ത് സ്ഥാനാർത്ഥി വരുന്നത് തടയുന്നു. മറ്റൊരിടത്ത് ഇതാ നോക്കൂ, ഒരു ഫ്ലക്സ് ബോർഡ് ഉയർത്തുകയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇവിടുത്തെ MLAമാർ ആരാണ്? ഒരു പ്രത്യേക ആളുകളാണ്, അവർക്കൊരു പ്രത്യേക മേൽക്കൈയുള്ള ആളുകളാണ്, ഇതിപ്പോൾ മാറ്റണം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അർത്ഥമാക്കുന്നത് എന്താണെന്ന് ജനത്തിന് വ്യക്തമാണ്. അപ്പോൾ അങ്ങക്ക് എന്ത് തോന്നുന്നു? ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം പരിധി ലംഘിക്കുന്നുണ്ടോ? നമസ്കാരം മനു. നമസ്കാരം. കുറച്ച് ദിവസമായി ഒന്ന് സംസാരിച്ചിട്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയല്ലേ സംസാരിച്ചത്? ഒരു 10 ദിവസമായി. 10 ദിവസമായോ? അതെ. അപ്പൊ മനു പറഞ്ഞിട്ട് ക്ഷമിക്കുക, എല്ലാരും സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. കാരണം ഞാൻ കമന്റ് മാത്രമേ ഇടാറുള്ളായിരുന്നു. അതുകൊണ്ടായിരിക്കും. ഞാൻ എല്ലാ ദിവസവും കമന്റ് കാണുകയല്ലേ. അപ്പം എന്നാലും ഞാൻ മിസ് ചെയ്യില്ല. ഇത് എത്ര തിരക്കാണെങ്കിലും മിസ് ചെയ്യില്ല. അത് സന്തോഷം. എന്റെ വൈഫ് പറഞ്ഞു നിങ്ങൾക്ക് ഇതെന്താ പറ്റിയ ഇത് അടിമയായി പോയ ഈ പൊതുവേദിയിൽ മനുവായിട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് എന്റെ ഒരു ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു ഘടകമാണ്. 4 മണിയായാൽ ഉറങ്ങാൻ ഭാര്യ ഇത് പൊതുവേദി കാണാറില്ല അല്ലേ? ഉണ്ട് കാണും. പക്ഷെ പുള്ളിക്കാരി എപ്പോഴും അല്ല, ചിലപ്പോ വല്ല മിസ്സായി പോകും. എന്നാലും പിന്നെ പുള്ളിക്കാരി ഇത് ആസ്വദിക്കും, എല്ലാ അഭിപ്രായമൊക്കെ പറയും. കാരണം ഞങ്ങൾ രണ്ടുപേരും ഇരുന്നാണ്ടായിരുന്നു സംസാരിക്കുന്നത്. അപ്പൊ ഈ വിഷയത്തെ പറ്റി പറയുമ്പോ എനിക്ക് പറയാനുള്ളത്, ഇത് വിനാശകാല വിപരീത ബുദ്ധി എത്ര കൊണ്ടാലും ഇവർ പഠിക്കില്ല. പിന്നെ പണ്ടൊരിക്കല് നമ്മുടെ രമ്യ ഹരിദാസിനെ പറ്റി പറഞ്ഞ ഓർമ്മയില്ലേ? രമ്യ ഹരിദാസിനെ പറ്റി വിപരീത ഫലം ഉണ്ടായി. പിന്നെ അതുപോലെ വടകര വിപരീത ഫലം ഉണ്ടായി. എവിടെ എന്ത് ചെയ്താലും അത് വിപരീതമായിട്ടേ വലിക്കുള്ളൂ. അത് ഇടതു മുന്നണി ചെയ്താലും ശരി, ഇത് ഏത് പാർട്ടി ചെയ്താലും ശരി, ഇതൊക്കെ എങ്ങനെ വരുവുള്ളൂ എന്ന് മനസ്സിലാക്കാൻ തലയ്ക്ക് അകത്തൊന്നും ഇല്ലാത്ത നേതൃത്വമാണോ ഇതിന്റെ തലപ്പത്തിരിക്കുന്നതെന്ന് വരെ സംശയിച്ചു പോകും. കാരണം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ മര്യാദ അനുസരിച്ച് പിന്നെ മത്സരിക്കണം, രാഷ്ട്രീയം പറഞ്ഞ് മത്സരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും വികസനം പറയാം, മറ്റു തെറ്റുകുറ്റങ്ങൾ പറയാം, എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ടാകും. അപ്പൊ ജനം ഇതൊക്കെ ബോധവാന്മാരാണെന്നുള്ള മനസ്സിലാക്കാനുള്ള ബോധം ഇല്ലാതെ പോയാൽ പിന്നെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മനു ഇപ്പം നമ്മുടെ സമയം ഇങ്ങനെ അതിക്രമിക്കുന്നുണ്ടല്ല. അങ്ങ് 10 ദിവസത്തിന് ശേഷം നമുക്ക് കാണാൻ കഴിഞ്ഞു, സംസാരിക്കാൻ കഴിഞ്ഞു, സന്തോഷം. അപ്പോൾ എനിക്ക് യൂട്യൂബിൽ നിറയെ പ്രേക്ഷകർ എന്നോടൊപ്പം വരുന്നു. കേന്ദ്രം മതം നോക്കി ഒന്നും ചെയ്യുന്നില്ല, അതിന് ഉദാഹരണമാണ് കിസാൻ സമ്മാൻ നിധി. ഉപഭോക്താക്കളെ നോക്കിയാൽ മതി എന്ന് പറയുന്നു. കിഷോർ കോന്നി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. സുനിലിനെ ഇന്നലെ കണ്ടില്ലല്ലോ എന്ന് മുരളീധരൻ നായർ MN ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുനിൽ എന്നെ കാണാത്തത് മുരളീധരൻ നായരെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും കാണുക എന്നുള്ളതാണ് യൂട്യൂബിൽ എങ്കിലും. ഓക്കെ, നമസ്കാരം മനു, താങ്കളെ കാണാൻ നല്ല സുന്ദരനായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഗോളാന്തരം നമസ്കാരം. ഓക്കെ, ഇന്നലെ ലൈവ് ചാറ്റ് ബോക്സ് കിട്ടുന്നുണ്ടായിരുന്നില്ലെന്ന് സുനിൽ എന്നോട് പറയുന്നു. ഓക്കെ, ഞാൻ ശ്രദ്ധിക്കാൻ എന്താണെന്ന് നോക്കട്ടെ. സുനിൽകുമാർ എന്നോട് പറയുന്നത് ഗോളാന്തരത്തിന് നമസ്കാരം പറയുന്നു. ഓക്കെ, ഷിജു എന്നോടൊപ്പം ശശിധരൻ ആഫ്റ്റർ എ ലോങ് ടൈം എന്നാണ്. അതേ എന്നും നമ്മളോടൊപ്പം യൂട്യൂബിൽ കമൻറ്റ് ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ വിളിച്ചതേ ഉള്ളൂ. ഓക്കെ, ഭാര്യ സ്ഥിരമായി വഴക്ക് പറയുന്നു എന്നാണ് പറയുന്നത്, എപ്പോഴും പൊതുവേദി കണ്ടുകൊണ്ടിരിക്കുന്നതിൽ. ഓക്കെ, അപ്പോൾ ജയകുമാർ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ സുനിലിനെ ഇന്നലെ കാണാത്തതിൽ പലരും അന്വേഷിക്കുക കേട്ടോ, സുനിൽ എവിടെ പോയി എന്നൊക്കെ. ശശിധരൻ ചേട്ടൻ പറഞ്ഞത് സത്യം, നമ്മൾ പൊതുവേദി അടിമകളായി പോയെന്ന്. അടിമകളല്ല, നമ്മളാണ് പൊതുവേദി. അപ്പം നമ്മൾ പിന്നെ എങ്ങനെയാണ് അടിമകളാകുന്നത്? അപ്പോൾ നമ്മുടെ സൂപ്പി വെള്ളമുണ്ടയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നുണ്ട്. സൂപ്പി, ഞാൻ ഈ പേരാമ്പ്രയിൽ നിന്ന് ആളുകൾ വിളിക്കുമോ എന്നൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു. പേരാമ്പ്രക്കാരൊക്കെ നമ്മുടെ പൊതുവേദി കാണുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം ഒന്ന് അറിയാം. അപ്പം അതിനു മുമ്പേ നമുക്ക് സൂപ്പിയുടെ അഭിപ്രായം ഒന്ന് അറിയാം. സൂപ്പി, ഞാൻ വെള്ളമുണ്ടല്ലേ? അതെനിക്കറിയാം. വേഗം കിട്ടി കേട്ടോ, ചാനൽ വേഗം കിട്ടുന്നുണ്ട്. എനിക്ക് ഇന്നലെ കിട്ടി, വെണ്ണാന്ന് കിട്ടി, എല്ലാവരും പേരും കിട്ടുന്നില്ല. എനിക്ക് എന്നെ സംബന്ധിച്ച് വേഗം കിട്ടുന്നുണ്ട്, ചിലർക്ക് കിട്ടുന്നില്ല. അതെന്താന്ന് വെച്ചാൽ അവരെ ഞെക്കലിന്റെ പ്രയാസമാണ്. ഉടനെ ഞെക്കണോ ഫോണ് എന്നാലും കിട്ടുള്ളൂ. എന്റെ സാധാ ഫോൺ ആയതുകൊണ്ട് വേഗം കിട്ടും. അപ്പൊ എന്താ ചോദ്യം?
അപ്പൊ ഞാൻ ഓക്കെ, അങ്ങ് ഇതൊന്നും ശ്രദ്ധിക്കണം. ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. പ്രേമൻ ചെന്നൈയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ പ്രേമൻ. അല്ല, എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വർഗീയ കാർഡ് ഇറക്കി ജയിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഈ ഗവൺമെന്റ് 5 വർഷം നടപ്പിലാക്കിയ വികസന പ്രവർത്തനം മാത്രം മതി. പിന്നെന്താന്ന് പറഞ്ഞാല് ഈ UDF നിർബന്ധം എന്താന്ന് പറഞ്ഞാൽ വികസനം ചർച്ച ചെയ്യാൻ പാടില്ല. അതൊരു അവരുടെ അജണ്ടയാണ്. ആ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഓരോന്ന് കുത്തിപ്പൊക്കി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അല്ലാതെ കണ്ട് ശരിയാണോ ശ്രീ പ്രേമൻ? മൂന്നാം വട്ടം പിണറായി തന്നെ വരും ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞ് ആ സ്ഥിതിയിൽ ഇവര് വർഗീയ കാർഡ് ഇളക്കി എങ്ങനെയെങ്കിലും ഏതെങ്കിലും മണ്ഡലം പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് ശ്രമം നടത്തുക. പക്ഷെ അതൊന്നും ആടെ പേരാമ്പ്രയിൽ വിലപ്പോവില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തം. പിണറായി സർക്കാർ മൂന്നാമത് 100 സീറ്റോട് കൂടി അധികാരത്തിൽ തിരിച്ചെത്തും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ജയപാലൻ. ശ്രീ ജയപാലൻ ആലപ്പുഴയിൽ നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ ജയപാലൻ, അതായത് ആരോഗ്യകരമായ സംവാദങ്ങൾക്ക് പകരം ഇത്തരം ഈ നിലപാടുകൾ ചർച്ച ചെയ്യുന്നത് തന്നെ യോജിപ്പില്ല. ആരോഗ്യപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം ഇത് മതം കൂടുതൽ വരുന്നുണ്ടോ ശ്രീ ജയപാലൻ? ഇപ്പൊ മതപരമായ കാര്യങ്ങൾ മതം എങ്ങനെയെങ്കിലും വിഷയമാക്കാനൊക്കെയുള്ള ശ്രമമല്ല. ഞാൻ ഒരാളെയല്ല പറയുന്നത്, എല്ലാവരും അങ്ങനെ ശ്രമിക്കുന്നുണ്ടോ? ഇത് ആശയപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേദിയാക്കണം. കാര്യം ഈ നാടിന്റെ വികസനവും ശോച്യാവസ്ഥകൾ ഇതൊക്കെ ചർച്ചയിൽ കൊണ്ടുവരണം. പകരം ഇത്തരം വിവാദങ്ങൾ ചർച്ച ചെയ്യുന്നതുകൊണ്ട് സമൂഹത്തിന് ഒരു ഗുണവും ചെയ്യില്ല. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ചിലരൊക്കെ എന്നോടൊപ്പം യൂട്യൂബിൽ വീണ്ടും ചേരുന്നുണ്ട്. അപ്പോൾ മുരളീധരൻ നായർ എന്നോട് പറയുന്നു, എല്ലാവർക്കും നമസ്കാരം പറയുന്നുണ്ട്. അപ്പോൾ റജ്വില എന്നോട് പറയുന്നു, വനിതാ സ്ഥാനാർത്ഥി വോട്ട് പിടിക്കുന്ന അവരുടെ ഭർത്താവിൻ്റെ ചിത്രം വെച്ച് നല്ല മതേതരത്വം എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട്. നമ്മുടെ നേതാവിന് പരസഹായമില്ല, എണീറ്റ് നിൽക്കാൻ പറ്റില്ല ഇപ്പോൾ, എന്നിട്ടും ഇനിയും വേണമെന്ന് പറയുന്നു. ഏത് നേതാവിനെ കുറിച്ചാണെന്നറിയില്ല. ഓക്കെ, ഷിജു പറയുന്നത് ഹെൽത്തൊക്കെ ഓക്കെ ആണെന്നാണ് പറയുന്നത്. സുനിൽകുമാർ, മുരളി സാർ, എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, വടക്കൻ മലബാർ ജമാഅത്തെ ഇസ്ലാമി പിടിക്കും, പേര് UDF എന്ന് പരിഹസിക്കുന്നുണ്ട് റെജുല. അപ്പോൾ ശശിധരൻ പിള്ളൈ ഒക്കെ നമ്മുടെ ഇതിനൊപ്പം യൂട്യൂബിലും ഉണ്ട്. അനിയൻകുട്ടൻ, ശ്രീ അനിയൻകുട്ടാ, ഞാൻ ഈ പേരാമ്പ്രക്കാരെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷേ പേരാമ്പ്രക്കാർക്കൊന്നും ഇതിൽ ഒരു വിവാദത്തിലൊരു കഴമ്പില്ലെന്ന് തോന്നുന്നു. ശ്രീ അനിയൻകുട്ടൻ, പത്തനംതിട്ട വല്ല വിവാദം ഉണ്ടോ? ഇവിടെ ഒരു വിവാദമില്ല സാറേ, അടിപൊളിയായിട്ട് നടക്കുക. അവിടെ കിടക്കുന്ന അവരെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ വടകര തന്നെ കണ്ടില്ലേ, അതുപോലെ കഴിവുള്ള മണ്ഡലം ഏതാ? ഞങ്ങളുടെ റാന്നി. അത് ശരി, റാന്നി. അവിടെ എന്താ രാഷ്ട്രീയ സാഹചര്യം എന്താ? ഇവിടെ വലിയ കുഴപ്പമില്ല, മധു പഴകുളം ജയിക്കും. ആണോ? ഇതിനെപ്പറ്റി പറയുവാണെങ്കിൽ ഒന്നും പേടിക്കായി. ഇതിനെപ്പറ്റി പറയുവാണെങ്കിൽ സാറേ, ആ അനൗൺസ്മെന്റ് മിനിഞ്ഞാന്ന് കേട്ടിട്ട്. പക്ഷേ ഈ കഴിഞ്ഞ തവണ അവിടെ ഈ എതിരാളിയാ ജയിച്ചതല്ലേ? അതെ അതെ അതെ, എതിരാളി ജയിച്ചു. അതിപ്പോ ഇങ്ങനെ വരും ഓരോ കാലം എല്ലാം ഇപ്പൊ എല്ലാവർക്കും ഒരാളുടെ കയ്യിരിക്കുമെന്ന് പറഞ്ഞാൽ പക്ഷെ അവിടെ UDF എങ്ങനെയുണ്ടോ? കണ്ടിന്യൂസ് ആയി എതിരാളികളാണ് ജയിക്കുന്നത് അല്ലേ നിങ്ങളുടെ? സാറേ, ഇവിടെ UDF ഒക്കെ സീറ്റായി പത്തനംതിട്ടയിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോൺഗ്രസ്സുകാരനാ. യുവന്മാരുടെ ഈ ഗ്രൂപ്പുകളിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ഏകാരം നിന്ന് ഐക്കാര്യം ചെയ്യല, ഐക്കാര്യം നിന്ന് ഏക്കാര്യം ചെയ്യല, ഇതാ പറ്റി പോകുന്നത്. അല്ലെങ്കിൽ LDF വോട്ട് ചെയ്യുന്നത് വലിയത്. ശരി, വ്യക്തമാണ്. അപ്പോൾ നമ്മുടെ പേരാമ്പ്രക്കാർ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലക്കാരൊക്കെ ഇന്ന് വിളിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം. ഏതായാലും പത്തനംതിട്ടയിൽ വിവാദങ്ങളൊന്നുമില്ല. നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്ന് KG കുമാറുണ്ട്, നാരായണനുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ നാരായണൻ, ഞാൻ കുമാറിലേക്ക് വരാം കേട്ടോ. ശ്രീ നാരായണൻ, ഹലോ പറയൂ സാറേ. എന്താ സാറ് പറഞ്ഞത്? പേരാമ്പ്രയില് രാമകൃഷ്ണൻ അനാവശ്യമായ വാക്കുകളിലൊക്കെ എന്നാണോ? അതൊക്കെ വെറുതെ പറഞ്ഞ സാറേ. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് പെൻഡ്രൈവ് നമ്മൾ തരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതൊക്കെ നുണകള്. ഈ UDF വെറും നുണകള് പറഞ്ഞ് പരത്തോന്ന്. നുണകളാണ് അവരുടെ പ്രധാന വിഷയം, മനസ്സിലായില്ലേ? കാരണം നമുക്കറിയാം 5 വർഷം കൊണ്ട് എന്തൊക്കെ ഇവിടെ ചെയ്തു. പെൻഷൻ കൂട്ടി, ഞങ്ങൾ സർക്കാർ ജീവനക്കാർക്ക്. LDF പറയുന്നത് പോലെ ഇതൊരു ഈ വെളിയിൽ നിന്ന് വഴിതിരിച്ചു വിടാനുള്ള ഒരു തന്ത്രമാണ് ഇത്തരം ഇതൊക്കെ എന്നാണ് പറയുന്നത്. അങ്ങനെയാണ്, അതാണ് താങ്കളും പറയുന്നത്? തീർച്ചയായിട്ടും UDF വെറും നുണകളാണ്. അവരുടെ നുണകൾ മാത്രമാണ് അവരുടെ മുഖമുദ്ര, മനസ്സിലല്ലേ? അതുകൊണ്ട് ഇത്രയും ഒരു ഗവൺമെന്റ് കൊടുത്തു 600 രൂപ പെൻഷൻ 2000-ആക്കി 3000 കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ പെൻഷൻകാർക്ക് തരില്ല പറഞ്ഞു എല്ലാം തന്നു വെച്ചു, മനസ്സിലായില്ലേ? നാരായണന്റെ മണ്ഡലം ഏതാണ്? വോട്ടിംഗ്? എന്റെ ഇരിക്കൂർ മണ്ഡലം. എന്റെ മണ്ഡലത്തിൽ ഇപ്പൊന്നും ജയിച്ചില്ല, UDF തന്നെയാണ്.
അല്ല അങ്ങോട്ട് തിരുവനന്തപുരം എന്നാണല്ലോ ഇതിൽ എഴുതി കാണിക്കുന്നത്. അയ്യോ ശ്രീകണ്ഠപുരമാണ്. ശ്രീകണ്ഠപുരം. ഞാൻ ഇങ്ങനെ ആലോചിച്ചത്. ശ്രീകണ്ഠപുരം. ഞാൻ വിചാരിച്ചത് അങ്ങ് നമ്മുടെ ശ്രീകണ്ഠപുരത്തെ ദാസനും അങ്ങും രണ്ടുപേരാണ് അവിടുന്ന് വിളിക്കാറ്. ഇത് ആള് മാറിപ്പോയതാണ് അവർക്ക്. അത് കുഴപ്പമില്ല സാറിന് ഞാൻ പറഞ്ഞതാണ്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒറ്റൊരു കാര്യം മാത്രം പറയാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ KSRTCയിലെ കാര്യങ്ങള് പെണ്ണുങ്ങൾക്ക് ഫ്രീ കൊടുത്താൽ നടക്കുന്നു? അതെന്താ ഒരു സർക്കാർ തീരുമാനിച്ചാൽ നടപ്പിലാക്കാൻ കഴിയില്ല? എന്തൊക്കെ നടപ്പിലാക്കാൻ? തമിഴ്നാട്ടിൽ നടപ്പിലാക്കാൻ കഴിയും, കേരളം നടപ്പിലാക്കിക്കൂടെ? അതെങ്ങനെ ഈ അല്ലേ തന്നെ അത് എങ്ങനെ നഷ്ടത്തിലോടിയ ഒരു സ്ഥാപനമല്ലേ അത്? അതിനിപ്പം സർക്കാർ സബ്സിഡി കൊടുത്തിട്ടല്ലേ ജീവനക്കാർക്ക് ശമ്പളം കുറച്ചും കൂടി കൊടുത്താൽ പോരെ? എന്തായാലും സബ്സിഡി അല്ലേ കൊടുക്കുന്നതെന്ന് വിചാരിച്ചു. ആവൂല, ആ സംഗതി നടക്കൂല. നിങ്ങൾ ഒരു പണ്ട് നമ്മുടെ ഒരു തമാശ പറയുന്നുണ്ട്, അതായത് കൊടുക്കാൻ പറ്റിയ നേർച്ച മാത്രമേ നേരാതെന്ന് പറഞ്ഞ് പറയും പോലെ. ഇത് നടക്കൂല, അത് നടക്കൂല. അത് ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞുതരാം. കാരണം സർക്കാരിന് കൊണ്ടുപോകാൻ ആവൂല. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ പോരാ. ഇവർ ഈ നുണ പറയുന്ന കൂട്ടത്തില് ഒരു പെരുന്നൊണിയാണത്. ആ ബസ്സിൽ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ എല്ലാ ബസ്സിലും ഫ്രീ കൊടുത്താൽ എങ്ങനെ ആവുക? തിരുവനന്തപുരത്ത് KSRTCയിൽ കണ്ണൂരേക്ക് വരുന്ന ആളെ പെണ്ണുങ്ങൾക്ക് തമിഴ്നാട്ടിൽ ഇത് ചെയ്യാൻ പറ്റും, കേരളത്തിന് ചെയ്യാൻ പറ്റില്ലെന്നാണ് അങ്ങ് പറയുന്നത് അല്ലേ? തമിഴ്നാട്ടിൽ ഈ ലോക്കലായ സ്ഥലത്തേക്ക് പോകുന്ന പെണ്ണുങ്ങൾ എന്നുള്ള രീതി ആയിരിക്കും അത്. ഞാനൊക്കെ തമിഴ്നാട്ടിനെ പറ്റി എനിക്കറിയില്ല. അത് പോട്ടെ. ഈ ദൂരയാത്ര നമ്മളെ കണ്ണൂർ കേരളത്തിലെ ജനങ്ങൾ അങ്ങനെയല്ല, വലിയ യാത്ര ചെയ്യുന്നവരാണ്. അവർക്കൊക്കെ ഇത് ഒക്കുവോ? എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ മോഹനൻ എന്നോടൊപ്പം ചേരുന്നു പാലക്കാട് നിന്ന്. ശ്രീ മോഹനൻ, പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ, പാലക്കാട് കോങ്ങാട്. ഞാൻ വിചാരിച്ചു നമ്മുടെ പാലക്കാട് ടൗണിനകത്തുള്ള മണ്ഡലത്തിലെ ആളാണെങ്കിൽ ഒന്ന് അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാമെന്ന് വിചാരിച്ചു. കോങ്ങാട് പക്ഷേ അവിടെ പിന്നെ വിവാദങ്ങളൊന്നുമില്ല. ശാന്തകുമാരി ആണ് അവിടെ ഇടത് സ്ഥാനാർത്ഥി അല്ലേ? അതെ, ഇവിടെ ശാന്തകുമാരിക്ക് ശ്രീമതി തുളസിയാണ് UDF സ്ഥാനാർത്ഥി. അതെ അതെ അതെ. രേണു സുരേഷാണ് BJP സ്ഥാനാർത്ഥി. അവിടുത്തെ ഈ തർക്കങ്ങളൊന്നും ഇല്ല, വിവാദങ്ങളില്ല അല്ലേ? ഇവിടെ ഫിഷാരടിയെ തടഞ്ഞത് എന്തിനായിരുന്നു എന്ന് അങ്ങ് എന്താ വിചാരിക്കുന്നത്? അതൊക്കെ ഒരുമാതിരി തരികിടയാണ് അവരുടെ. കോൺഗ്രസിന്റെ അല്ല, മറ്റവരുടെ ആണ്, BJPയുടെ. അതൊക്കെ അഹങ്കാരമാണ്. അത് ഞങ്ങൾക്ക് ബലം ഉണ്ടെന്ന് കാണിക്കാൻ ചെയ്യുന്നതാണ്. മനഃപൂർവ്വം ചെയ്യുന്നതാവില്ല, അവരുടെ ബലം കാണിക്കാൻ ചെയ്യുന്ന അത്ര തന്നെ ഞാൻ കാണുന്നുള്ളൂ. ശരി. അപ്പൊ ഈ വിവാദങ്ങൾ അങ്ങ് എങ്ങനെയാണ് ഇതിൽ നോക്കിക്കാണുന്നത്? ഇപ്പൊ പേരാമ്പ്രയിൽ നടന്ന കൗമിലെ കുട്ടി എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ വോട്ടാവോ? എന്താണ് അത് തോന്നുന്നത്? അല്ല, ഈ വിവാദങ്ങൾ എന്ന് പറഞ്ഞാൽ ആ വിവാദങ്ങൾക്ക് ഈ മാധ്യമങ്ങൾ അതിന് പ്രാധാന്യം കൊടുക്കാതിരുന്ന ഇതൊന്നും വരില്ല. എല്ലാ കുറ്റവും മാധ്യമങ്ങൾക്കാണ്. മാധ്യമങ്ങൾ ഇതൊന്നും വാർത്ത ചെയ്യുന്നു. കുറ്റമല്ല പറഞ്ഞ്, മാധ്യമങ്ങൾ അതിന് വലിയ പ്രാധാന്യം കൊടുക്കാതിരുന്ന ഇവരും മിണ്ടില്ല എന്ന്. മനസ്സിലായില്ലേ? ഈ രാഷ്ട്രീയക്കാർ ആ വിവാദം ഈ വിവാദം എന്ന് പറയും. നിങ്ങൾ ഈ മാധ്യമങ്ങളിൽ കൂടി ഇത് ഇങ്ങോട്ട് വലുതാവുമെന്ന് അറിയുമ്പോഴാണ് അവര് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇതിങ്ങനെ വരാതിരുന്നാൽ മാധ്യമങ്ങൾ നിർത്തിക്കഴിഞ്ഞാൽ പ്രശ്നം ആരും അറിയില്ല. അപ്പൊ അത് അങ്ങനെ ആളുകൾക്ക് പ്രചരണം നടത്തുന്നവർക്ക് വഴി തടയുന്നവർക്ക് തടയാം. അപ്പൊ ഇതാരും ചർച്ച ചെയ്യോ, ഇത് മാധ്യമങ്ങളിൽ വരാതിരിക്കുകയോ, സ്ഥാനാർത്ഥിയെ തടയാം, കൗമിലെ കുട്ടി എന്ന് പറയാം, അതുപോലെ വേണമെങ്കിൽ അത് തിരിച്ചു പറയാം, പരാതികൾ കൊടുക്കാം. അങ്ങനെയാണോ? ആ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. നമ്മളൊരു കാര്യം പറയുന്നു. ഇപ്പൊ ഈ മലയാളത്തിലെ എല്ലാ ചാനലുകാരും എങ്ങനെ വിശദീകരിച്ച സമയം എടുത്താൽ അത്ര സമയം നമുക്കില്ല. വാർത്ത കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഇതുപോലെ ഒരു സംഭവം വിവാദമായി കഴിഞ്ഞാൽ വാർത്ത കൊടുക്കരുതെന്നല്ല പറഞ്ഞ, ആളുകൾക്ക് താല്പര്യമുള്ളതുകൊണ്ടാണ് അത് വിവാദമാകുന്നത്, അല്ലെങ്കിൽ അത് വിവാദമാകില്ല. ശരി, വ്യക്തമാണ് അങ്ങയുടെ അഭിപ്രായം. അപ്പോൾ KG കുമാർ കൂടി എന്നോടൊപ്പം കൊട്ടാരക്കരയിൽ നിന്ന് ചേരുകയാണ്. ശ്രീ KG കുമാർ, ഈ ഗോപാലകൃഷ്ണന്റെ നടപടിയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഗുരുവായൂരിലെ MLA-മാരുടെ ഫ്ലക്സ് വെച്ച് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിനെ ശ്രീ KG കുമാർ എങ്ങനെ കാണുന്നു? ഗുരുവായൂരിൽ MLA-മാരുടെ ഫ്ലക്സ് വെച്ചിരിക്കുന്നത് ആദ്യം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 50 കൊല്ലമായിട്ട് രണ്ട് മുന്നണിയും ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. സ്ഥിരമായിട്ട് നിർത്തിയതല്ല, മുസ്ലിം സ്ഥാനാർത്ഥികളെ മാത്രമേ രണ്ട് മുന്നണി. തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഹിന്ദു മുസ്ലിം എന്നൊക്കെ പറയുന്നത് ശരിയാണോ എന്നാണ് അവരുടെ ചോദ്യം. അല്ല, ഈ 50 കൊല്ലമായിട്ട് ഒരിക്കൽ പോലും ഒന്ന് മാറ്റി നിർത്തി ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ ജയിക്കുകയോ ജയിക്കാതിരിക്കും ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന് രണ്ട് കൂട്ടരും വിചാരിച്ചിട്ടില്ലല്ലോ. അന്നേരം അവര് അവിടെ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ സംഘടിത വോട്ട് ബാങ്ക് ആണെങ്കിൽ ജയിക്കും എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് രണ്ട് മുന്നണിയും വെച്ചത്. അത് മുസ്ലിം സ്ഥാനാർത്ഥി എത്രയോ കാലമായി നിൽക്കാത്ത എത്രയോ മണ്ഡലങ്ങളില്ലേ? ഉണ്ട്. അതാരെങ്കിലും അവരവിടെ ഇതുപോലെ ഹിന്ദുക്കാരുടെ പേരെഴുതി വോട്ട് കിട്ടുമെന്ന് ചോദിച്ചിട്ട് എഴുതി വെച്ചാൽ അത് ശരിയാണോ?
അല്ല, ഗുരുവായൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ഷേത്ര നഗരമാണല്ലോ. അപ്പോൾ ആദ്യം കുറെ നാൾ ചെയ്ത്, എന്നാൽ പിന്നെ ഇടക്കാലത്ത് ക്ഷേത്രമില്ലാത്ത നഗരമുണ്ടോ? ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ പത്മനാഭന്റെ മണ്ണാണ് എന്നല്ലേ പറയുന്നത്. അതെ, അതുകൊണ്ട് ഇവിടെ ക്രിസ്ത്യാനി മത്സരിക്കാമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണോ? അല്ല, അങ്ങനെ മത്സരിക്കാമോ എന്നുള്ളതല്ല. അതായത് ഈ ക്ഷേത്രങ്ങളില്ലാത്തൊരു മണ്ണില്ല. ഇപ്പൊ എല്ലായിടത്തും ക്ഷേത്രങ്ങളുണ്ട്, അമ്പലങ്ങളുണ്ട്, പള്ളികളുണ്ട്. ഇപ്പൊ കോട്ടയത്ത് ധാരാളം പള്ളികളുണ്ട്, എല്ലായിടത്തും പള്ളികളുണ്ട്. അപ്പൊ ചിലപ്പോ ഒരു വിഭാഗത്തിലെ ആളുകൾ കൂടുതൽ താമസിക്കുന്ന സ്ഥലത്ത് അവിടെ അവർ കൂടുതൽ അവരുടെ ആ വിഭാഗത്തിൽ നിന്ന് സ്ഥാനാർത്ഥികൾ വരും. അത് സ്വാഭാവികമല്ലേ? ഇല്ല, ആ പാർട്ടിയുടെ രണ്ട് മുന്നണികളുടെ LDF-ന്റെ UDF-ന്റെ രണ്ട് മുന്നണികളുടെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. കാര്യം ഈ 50 വർഷമായിട്ട് അവർ സ്ഥിരമായിട്ട് രണ്ട് മുന്നണികളും ഈ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട സ്ഥാനാർത്ഥികളെ മാത്രമേ നിർത്തിയിട്ടുള്ളെങ്കിൽ സംഘടിത വോട്ട് ബാങ്കിനെ മാത്രമല്ല, ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ചിഹ്നത്തിൽ കുത്തുന്നവരാ. അതാണ് അവർക്കറിയാതെ മനഃശാസ്ത്രം അറിഞ്ഞു തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് ഗോപാലകൃഷ്ണനെ പോലെ ഒരാൾ വെട്ടി തുറന്നങ്ങ് പറഞ്ഞ് വേറൊരാളായിരുന്നെങ്കിൽ, BJPയുടെ തന്നെ വേറൊരു സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് പറയില്ലായിരുന്നു. അതാണ് സംഭവം. അല്ലാതെ നിങ്ങൾ അതിനെ അങ്ങനെ വക്രീകരിച്ച് ചിത്രീകരിക്കുന്നതാണോ? അത് ഒരു സ്ഥലത്ത് കൂടുതൽ ഒരു വിഭാഗം ആളുകളുണ്ട്, അപ്പൊ ആ വിഭാഗത്തു നിന്ന് തന്നെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായി അവിടുത്തെ ഒരു വലിയ ജനപ്രതിനിധികൾ കൂടുതൽ ഉണ്ടാവുക. അതിനെ ആ നിലയിൽ കാണുന്നതിന് പകരം അവിടെ ഗുരുവായൂർ ക്ഷേത്ര നഗരമായതുകൊണ്ട് അവിടെ ഹിന്ദു MLA വേണം എന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? അല്ല, അങ്ങനെയാണെങ്കിൽ ഇത് ഏതാണ്ട് ഇത്രയും ശതമാനം തന്നെ അവിടെ ഈ ഗുരുവായൂർ മണ്ഡലത്തിൽ ഹിന്ദുക്കളും ഉണ്ടല്ലോ. അപ്പൊ ഒരിക്കൽ പോലും ഒരു ഹിന്ദു സ്ഥാനാർത്ഥികളെ നിർത്താവുന്ന രണ്ട് മുന്നണിയും വിചാരിച്ചില്ലല്ലോ. അതാണ്. അപ്പൊ അവര് സംഘടിത വോട്ട് ബാങ്കിന് അല്ല, അത് അതിന്റെ ഉത്തരം വളരെ ലളിതമല്ലേ? ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമ്പോൾ അവിടെ മതം നോക്കിയില്ല, ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതാര്, അങ്ങനെ ഒരാളെ കണ്ടെത്തി. അതല്ല അതിലെ ലളിതമായ ഉത്തരം. ആ ഉത്തരത്തെ അല്ലേ താങ്കൾ റദ്ദ് ചെയ്യുന്നത്? ഇല്ല, ഇത് ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ശ്രീ KG കുമാറും ഏറ്റുപിടിക്കുകയാണ്. അങ്ങയുടെയും നിലപാട് അതാണ്. ഇപ്പൊ എന്നിട്ട് അങ്ങ് പറയുന്നത് ഇതിപ്പോ കൊട്ടാരക്കര ഒരു അവിടെ ഒരു ക്ഷേത്രമുണ്ട്, വിഘ്നേശ്വരന്റെ ക്ഷേത്രമുണ്ട്. അപ്പൊ ക്ഷേത്രമില്ലാത്തൊരു നഗരമില്ല, അവിടെ എല്ലാം ഹിന്ദുക്കളായിരിക്കണം എന്ന് പറയുന്നതിനോട് എന്തെങ്കിലും ന്യായമുണ്ടോ? ഒരു സ്ഥലത്ത് ഒരു പ്രസിദ്ധമായ ക്ഷേത്രമുണ്ട് എന്ന് കരുതി. ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ ഒരു അഖിലേന്ത്യാ തീർത്ഥാടന കേന്ദ്രമാണ്. അഖിലേന്ത്യാ തീർത്ഥാടന കേന്ദ്രം എന്നല്ല, ഒരു പക്ഷേ ഒരു അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രം എന്ന് വേണമെങ്കിലും പറയാവുന്ന ഒരു കേന്ദ്രമാണ്. പക്ഷേ ഈ രണ്ട് മുന്നണികളും 50 വർഷമായിട്ട് ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ്. എനിക്ക് മനസ്സിലാവും അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രം അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഒരു മതസ്ഥൻ അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ലെന്ന് പറയുന്നതിനെ എനിക്കത് എത്ര ആലോചന മനസ്സിലാവുന്നില്ല. അല്ല, 50 കൊല്ലം 100 കൊല്ലം തന്നെ എടുത്തോ, 100 കൊല്ലം അവിടെ ഒരു വേറെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നല്ലേ? അതെ, 50 കൊല്ലമായിട്ട് അവിടെയുള്ള ജനങ്ങളല്ലേ തെരഞ്ഞെടുക്കുന്നത്? അതെ തെരഞ്ഞെടുക്കുന്ന രണ്ട് മുന്നണികളും ഇത് തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പോഴ് അവര് എപ്പോഴും സംഘടിത വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗുരുവായൂർ. രണ്ട് മുന്നണികളും അതാണ്, സംഘടിത വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കുന്നു, ബാക്കിയുള്ളവരുടെ വോട്ടിന് വില കൽപ്പിക്കുന്നില്ല. കാര്യം അത് ചിഹ്നത്തിൽ കൃത്യമായിട്ട് കുത്തിക്കോളൂ. എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ശരി, വ്യക്തമാണ്. രാജുകുട്ടി എന്നോടൊപ്പം ചേരുന്നു, കുന്നിക്കോടുന്നു. ശ്രീ രാജുകുട്ടി, നമസ്കാരം സാറേ. നമസ്കാരം. ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? ആരോഗ്യമൊക്കെ കുഴപ്പമില്ല. മെഡിക്കൽ കോളേജിൽ പോയിരുന്നു. എല്ലാവിധമായ ഇന്ന് പള്ളിയിൽ പോയി. എന്നാലും കുഴപ്പമില്ല, ആരോഗ്യത്തിന് നല്ല ഊർജമായി. അപ്പൊ മറ്റേ ഇന്നത്തെ ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തു അല്ലേ? ഇന്നെന്താണ് പ്രത്യേകിച്ച് പള്ളിയിൽ ഇന്ന് എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്ന ചടങ്ങുകളായി? ആൾക്കാർ കൂടുതലുള്ളിടത്ത് നിന്നില്ല. നമ്മളെ പോയി കാര്യങ്ങളൊക്കെ നടത്തി, നേർച്ചയും കൊടുത്തു. പിന്നെ നമ്മുടെ ഈ വിവാദങ്ങൾ ഒരിക്കലും എന്താണ് ഇന്ന് പ്രധാനമായി പ്രാർത്ഥിച്ചത്? എന്താണ് പ്രാർത്ഥിച്ചത്? നമ്മുടെ UDF ഒക്കെ അധികാരത്തിൽ വരണം. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും അങ്ങയുടെ വ്യക്തിപരമായ കാര്യം പ്രാർത്ഥിക്കണം. UDF അധികാരത്തിൽ വരണമെന്നാണ് കർത്താവിനോട് പ്രാർത്ഥിച്ചത് അല്ലേ? അതായത് ഞങ്ങളുടെ രാജ്യം വരണമെന്നാണ്, കർത്താവിന്റെ രാജ്യം വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതായത് ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഹിന്ദുവോ എന്നൊരു ചിന്തയില്ല, ദൈവത്തിന്റെ രാജ്യം. അറിയാമല്ലോ. അപ്പൊ UDF-ന്റെ രാജ്യം വേണോ? ദൈവത്തിന്റെ രാജ്യം? UDF-ന്റെ രാജ്യമല്ല, കർത്താവിന്റെ രാജ്യം. അതാണ് നല്ല രാജ്യം. അല്ല, പക്ഷെ അങ്ങ് UDF ജയിക്കണമെന്ന് പ്രാർത്ഥിച്ചില്ലേ? ഇനിയോടെ മാറ്റി പറയരുത്. അതും പ്രാർത്ഥിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു മാറ്റം ആവശ്യമാണ്. പിന്നെ പിഷാരടിയെ തറഞ്ഞെന്ന് പറഞ്ഞാൽ അതൊരു മോശമായ പരിപാടിയായി പോയി. അയാൾക്ക് ഇമേജ് കൂടി. കാരണം ആ സ്ത്രീയുടെ വിവരം അത്രയേ ഉള്ളൂ. BJP യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ വരേണ്ടതാ. സാറ് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കെ. പക്ഷേ അത് എന്തും നല്ല പോസിറ്റീവ്. പിഷാരടി മിണ്ടാതെ നിന്നു. നമ്മളും ഒരു അരിയാഹാരം കഴിക്കുന്ന ആളാണല്ലോ, സാറും കഴിക്കുന്ന ആളാണ്. ഇതിപ്പോ അനാവശ്യമായി പിഷാരടിക്ക് ഒരു എഡ്ജ് ഉണ്ടാക്കി കൊടുത്തു എന്നാണോ താങ്കൾ കരുതുന്നത്? അതെ, അനാവശ്യമായിട്ടെന്ന് പറഞ്ഞാൽ ഏത് സ്ത്രീ ആണെങ്കിൽ മറ്റേ
യഥാർത്ഥത്തിൽ നമ്മുടെ ഇവർക്ക് വേണ്ടി ആണെങ്കിൽ നല്ല രീതിയിൽ വന്നുകൊണ്ടിരുന്നതാ. ഞാനും ബി ജെ പിക്കാരനല്ല, എന്നിട്ട് പോലും പാലക്കാട് ആണെങ്കിൽ അവിടെ ശോഭാ സുരേന്ദ്രൻ ഒരു അംഗീകാരം വന്നോണ്ടിരുന്ന ഇവര് കാരണം ഒരു 100-500 വോട്ട് നഷ്ടപ്പെടുക അവിടെ ചെയ്യുന്നത്. എന്റെ വീട്ടിൽ, അതായത് ഞാനൊരു ക്രിസ്ത്യാനി, സാറ് ഹിന്ദു, സാറ് നല്ലൊരു ഹിന്ദു ആണ്, അല്ലാതെ വർഗീയ ചിന്തക്കാരനല്ല. അതുപോലെ മുസ്ലിം, ഈ വീട്ടിൽ ഞങ്ങളാരും പറയുക നാളെ മുതൽ ഞങ്ങളുടെ വീട്ടിൽ ബി ജെ പിക്കാർ കയറണ്ട എന്ന് പറഞ്ഞാൽ ഇവർ കയറുവോ? നമ്മൾ ആ ജനാധിപത്യ രാജ്യത്ത് താമസിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ ആണെങ്കിൽ തടയാൻ പാടില്ല. ആർക്ക് വേണം സാറിനൊക്കെ എനിക്ക് വോട്ട് ചോദിക്കാം, സാർ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിലാ ചെയ്യുന്നത്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ നമ്മുടെ തിലകനെ കാണാൻ അത് കഴിഞ്ഞ് രാമകൃഷ്ണൻ പറഞ്ഞ എന്താ, ഒരു മുസ്ലിം സ്ത്രീ മത്സരിക്കുന്നു. ഗുരുവായൂരാണെങ്കിൽ ഹിന്ദുക്കൾ കൂടുതലുള്ള സ്ഥലമാണ്, അവിടെ ജയിക്കുന്നത് മുസ്ലിം കാൻഡിഡേറ്റാ കൂടുതലും ജയിക്കുന്നത്. ഇവിടെ ജാതി അടിസ്ഥാനത്തിലല്ല, നമ്മളൊരു ഇന്ത്യ എന്ന് പറയുന്ന മതേതര രാജ്യമാണ്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വടക്കേ ഇന്ത്യയിലാണെങ്കിൽ എന്തൊക്കെ വൃത്തികേട് കാണിക്കുന്നു, ഇവര് കേരളത്തിലോട്ടും കൂടെ കൊണ്ടുവന്നാണെങ്കിൽ അടിച്ചേൽപ്പിക്കുക. ഇത് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ആണെങ്കിൽ ഇമേജ് നഷ്ടപ്പെടുക. എനിക്ക് ബി ജെ പി ഇഷ്ടമാണ്, അവർ കുറെ ആനുകൂല്യങ്ങൾ തരുന്നുണ്ട്, കുറെ വാഗ്ദാനങ്ങൾ തരുന്നുണ്ട്, ആനുകൂല്യം തരുന്നുണ്ട്, വാഗ്ദാനവും തരുന്നുണ്ട്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ ഷിജു എന്നോട് പറയുന്നത് നമ്മുടെ തിലകനെ കാണാനില്ലെന്നാണ്. ഞാനും കുറേ ആയിട്ട് നമ്മുടെ തിലകൻ ചേട്ടനെ കാണാത്തത് എന്തുകൊണ്ട് എന്ന് അന്വേഷിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാട്ടൊക്കെ വരേണ്ട സമയമാണ് ഇപ്പോൾ, പക്ഷേ ആളെ കാണുന്നില്ല. കുറേ വിളിച്ചിട്ട്, എനിക്കിനി വിളിച്ചിട്ട് കിട്ടാത്തതാണോ എന്നറിയില്ല. ഏതായാലും തൃപ്പൂണിത്തുറയിൽ അദ്ദേഹത്തിൻ്റെ അയൽക്കാരാരെങ്കിലും നമ്മുടെ പരിപാടി കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് എത്രയും പെട്ടെന്ന് പൊതുവേദിയുടെ ബാക്ക് സ്റ്റേജുമായി ബന്ധപ്പെടാൻ ആവശ്യപ്പെടേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ ഗോളാന്തരം പറഞ്ഞ് ഞാനും പൊതുവേദിയുടെ അടിമയാണ്, പക്ഷേ ചിലപ്പോഴൊക്കെ കമൻ്റ് ഇടാൻ പറ്റാതെ എനിക്ക് ജോലിക്ക് പോകേണ്ടി വരുമെന്ന്. അത് ശരി. അപ്പം നമ്മൾ അടിമകളല്ല, നമ്മളെല്ലാം ഉടമകളാണ്. ഇത് നിങ്ങളെല്ലാവരും പൊതുവേദിയുടെ അടിമ എന്ന് പറയരുത്, പൊതുവേദിയുടെ ഉടമകളാണ് നമ്മൾ. കാരണം ഇത് ഒരു ടെലിവിഷൻ പ്രോഗ്രാം എന്ന നിലയിൽ നമ്മൾ ഇത് കൂട്ടായി അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇത് ഉടമകളാണ്. ഓക്കെ. അപ്പോൾ ശ്രീ മുരളീധരൻ നായർ MN എന്നോടൊപ്പം ഉണ്ട്. പിന്നെ നിങ്ങളുടെ നേതാവിന് ഓക്കെ, അതെന്തൊക്കെയോ പിണറായി വിജയനെയൊക്കെ ആളുകൾ ഗോളാന്തരമൊക്കെ പറയുന്നത്. പക്ഷേ ഗോളാന്തരം ഇങ്ങനെ നമ്മൾ വ്യക്തിപരമായ അതിശയം നല്ലതിനല്ല. വടക്കൻ മലബാറിലെ ജമാഅത്തെ ഇസ്ലാമി പിടിച്ചെടുക്കും എന്ന് പരിഹസിക്കുന്നവരുണ്ട്. ഓക്കെ, അപ്പോൾ കമൻറ്റുകളൊക്കെ കുറേ ജമ്പ് ചെയ്ത് പോയിട്ടുണ്ട്, ഞാൻ അതിലേക്കൊക്കെ വരാം. ഭാരതീയൻ്റെ രാജ്യം ഭാരതം എന്ന് പറയുന്നു റജ്വല. ശശിധരൻപിള്ള എല്ലാവരുടെ കയ്യിലും കൃഷ്ണൻകുട്ടിയാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്തൊക്കെയോ പറയുന്നുണ്ട്. കർത്താവിൻ്റെ രാജ്യം എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സുനിൽകുമാറുണ്ട്. AK കൃഷ്ണൻകുട്ടി വന്നിട്ടുണ്ട്. വിഷം വിഷം വിഷം, അതാണ് കേരളത്തിൽ വേണ്ട എന്ന് പറയുന്നുണ്ട്. മുസ്ലിം നിർണായകമായാൽ കേരള അസംബ്ലി മുസ്ലിം അസംബ്ലി ആകുമെന്ന് റജുല. മനു സാർ, അങ്ങനെയാണെങ്കിൽ വയനാട് MP ആയിരുന്ന ഒരു മുസ്ലിമിനെ നിർത്താതെ രാഹുലും പ്രിയങ്കയും വന്നത് എങ്ങനെ? അതൊരു വലിയ ചോദ്യമായി അവർ മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഒരു സത്യമല്ല. അവിടെ എന്തിന് എതിർക്കുന്നു? അവിടെ വോട്ട് നോക്കി മാത്രമാണോ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നു എന്നൊക്കെ പറയുന്നത്. ഗോളാന്തരം എന്നെ ഇന്ന് വെച്ച് പുകഴ്ത്തു കേട്ടോ. എനിക്ക് അവതാരകരിൽ ഏറ്റവും ഇഷ്ടമുള്ള സുന്ദരനായ നല്ല മനുഷ്യനാണ് ഞാനെന്ന മനു ഭാരത് എന്നാണ് പറയുന്നത്. നോക്കൂ എൻ്റെ പൊന്നെ, ഞാനിങ്ങനെ പോയാൽ ആകെ അഭിനന്ദനങ്ങൾ കൊണ്ട് തളർന്നു പോകും. ജഗതി ഒരു സിനിമയിൽ പറയുന്ന മാതിരി മുല്ലപ്പൂക്കളും പൂച്ചണ്ടുകളും ബൊക്കൈകളും കൊണ്ട് വീർപ്പ് മുട്ടുന്ന അവസ്ഥ. ഓക്കെ, ഇവിടെ തമിഴ്നാട് ഇലക്ഷൻ വന്നപ്പോൾ സൗജന്യമായ ഇടങ്ങളുടെ പെരുമറയാണ് എന്ന് മുരളീധരൻ നായർ പറയുന്നു. അഫീദ് VK എന്ന് പറയുന്നു, പല പാർട്ടികളും ഇന്ന് നേരിട്ട് പറയുന്നില്ല, സൂചനകളിലൂടെ സമുദായത്തെ ടാർഗറ്റ് ചെയ്യുന്നു. പക്ഷേ ചിലർ തുറന്നു പറയുന്നു ഇത് രാഷ്ട്രീയമല്ല, ഇത് വോട്ട് വിഭജന തന്ത്രമാണ്. ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്നൊക്കെ റജുല എന്നോട് പറയുന്നുണ്ട്. സിമി കുഞ്ഞുമോൻ എന്നോട് പറയും എന്തുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രം സൗജന്യ യാത്ര, പുരുഷന്മാരാരും കോൺഗ്രസ്സിന് വോട്ട് കൊടുക്കരുത്, കോൺഗ്രസ്സിന് സ്ത്രീകളുടെ വോട്ട് കൊണ്ട് അധികാരത്തിൽ പറ്റും. അപ്പോൾ ഏതോ ഒരു പുരുഷ സംഘടനയൊക്കെ ധാരാളം ഉണ്ടല്ലോ, അപ്പോൾ അതിലെ പെട്ട ഒരു അംഗമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പേര് സിമി കുഞ്ഞുമോൻ എന്നാണ് കേട്ടോ. അപ്പോൾ സിമി കുഞ്ഞുമോൻ പറയുന്ന പുരുഷന്മാരൊന്നും അവർക്ക് വോട്ട് കൊടുക്കരുത്, സ്ത്രീകൾക്ക് മാത്രം ഇത് സൗജന്യ യാത്ര കൊടുക്കുന്നു എന്നാണ്. അപ്പോൾ ഇപ്പോൾ ഈ പുരുഷന്മാരുടെ ഓൾ കേരള മെൻസ് അസോസിയേഷനൊക്കെ ഇപ്പോൾ രംഗത്തുണ്ട്, പഴയ പോലെയല്ല. അപ്പോൾ അവരിപ്പോൾ വലിയ ശക്തരാണെന്ന് തോന്നുന്നു. അക്ബർ ചുള്ളിയിൽ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അക്ബർ ഒക്കെ ഉണ്ട്. ഓക്കെ, അക്ബറൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരു ചെറിയ ഇടവേള അനിവാര്യമാണെന്ന് തോന്നുന്നു. ഞാനൊരു ഇടവേള എടുത്തിട്ട് പെട്ടെന്ന് മടങ്ങി വരാം. ഒരു ഷോർട്ട് ബ്രേക്ക്. യെസ്, നമ്മുടെ പൊതുവേദി തുടരുകയാണ്. അപ്പോൾ അജിത് കുമാർ എന്നോട് പറയുന്നു ഗുരുവായൂർ മണ്ഡലം എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ടൗൺഷിപ്പ് മാത്രം ഉൾപ്പെടുന്ന ഒരു പ്രദേശമല്ല, ആ മണ്ഡലത്തിലെ ഒരു ചെറിയ പ്രദേശമാണ് ഗുരുവായൂർ. ആ മണ്ഡലത്തിൽ ചാവക്കാട് ഉൾപ്പെടെയുള്ള മറ്റു പ്രദേശങ്ങൾ ഉണ്ട്. അപ്പോൾ അതാണ്, അപ്പോൾ അതിലൊരു ടൗൺഷിപ്പ് ഉണ്ട് ഗുരുവായൂർ, അതുകൂടാതെ മറ്റു പ്രദേശങ്ങളും ഉണ്ട്.
അപ്പോൾ അവിടെ മൊത്തത്തിലുള്ളൊരു വികസനത്തിന് വേണ്ടിയുള്ളൊരു സ്ഥാനാർത്ഥിയാണ് അവർ ആഗ്രഹിക്കുന്നതെന്നാണ് ഇതെന്ന് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പോൾ സദാശിവൻ നായർ പക്ഷേ ഒരു കടുത്ത UDF-കാരനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ നശിച്ച ഇടതുപക്ഷം എന്നൊക്കെയാണ് ഇതിൽ എഴുതുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടാക്കുന്ന എല്ലാ വിവാദങ്ങളും UDF-ന് അനുകൂലമാകും എന്ന് താൻ വിശ്വസിക്കുന്നു എന്നാണ് ശ്രീ ശിവദാസൻ നായർ അദ്ദേഹം വിശ്വസിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പോൾ സുനിൽകുമാർ ഉണ്ട്, അപ്പോൾ അജിത് കുമാർ എന്നോട് പറയുന്നത് അതാണ് ഗുഡ് ബൈ. അപ്പോൾ ഓക്കെ, ഇതാണ് സജീവ് കുമാർ എന്നോടൊപ്പം ചേരുന്നു കൂത്തുപറമ്പിൽ. ശ്രീ സജീവ്. മനോട്ടാ, ആ പിന്നെ എനിക്ക് ഞാൻ മനോട്ടിനെ കുറേ ട്രൈ ചെയ്യുന്നു മനോട്ടാ, കിട്ടുന്നില്ല. ഇല്ല കിട്ടായിട്ടില്ല. ഞാൻ പിന്നെ എല്ലാ വിഷയത്തിലും ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ. ആകാശചന്ദ്രയുള്ള മൊത്തം വിഷയം ഞാൻ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ എങ്ങനെ ഈ കൂത്തുപറമ്പിൽ എന്താ രാഷ്ട്രീയ സാഹചര്യം സജീവ്? ഇവിടെ ഒന്നും വലിയ രാഷ്ട്രീയ വലിയ ചർച്ചയൊന്നുമല്ല. ആണോ? ഞാൻ പറഞ്ഞു വരുന്നത് വേറെ തർക്കങ്ങളോ വിവാദങ്ങളോ ഒന്നുമില്ല. കൂത്തുപറമ്പ് മണ്ഡലം സംബന്ധിച്ചിട്ട് ഒരു തണുത്ത പ്രതികരണം. ആണോ? അവിടെ ആര് LDF ജയിക്കുമോ? അവിടെ LDF തന്നെയാണ് മുൻതൂക്കം കാണുന്നത്. അതെ. കാരണം ഇവിടെ ലീഗിന്റെ മണ്ഡലം ലീഗ് പിന്നെ വയനാട്ടിലെ ഒരു ഇവർക്കല്ലേ ജയന്തി രാജനാ സീറ്റ് കൊടുത്തത്. അപ്പൊ ജയന്തി രാജനൊന്നും നാട് അയക്കുന്ന അങ്ങനെ വലിയ ബന്ധുക്കൾ ആൾക്കാരല്ലേ. ഞാൻ പറഞ്ഞത് ഞാൻ മനോട്ടോട് പറയാൻ വന്ന കാര്യം മനോട്ടാ, അതായത് നമ്മളെ ഈ ഇറാൻ യുദ്ധം തുടങ്ങിയ ദിവസം നമുക്ക് അത് പിന്നെ ഒരു ദിവസം ചർച്ച ചെയ്യാം. അല്ല ഒരു സെക്കൻഡ് നമുക്ക് ആ വിഷയം പിന്നെ ചർച്ച ചെയ്യാം. യുദ്ധം ആ വിഷയമല്ല പറയുന്നത്. വേഗം നിങ്ങൾ എന്തെങ്കിലും അസഹിഷ്ണുത കാട്ടുന്നത് നിങ്ങൾ സെക്കൻഡ് കേക്ക്. പെട്ടെന്ന് നമുക്ക് സമയമില്ലെന്ന് ഇത്രയും ആൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അന്ന് മനുവാട്ടിനു ആങ്കർ അന്ന് 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി നിങ്ങളെ വിളിക്കുന്നുണ്ടായിരുന്നു. എന്റെ അങ്കിളുണ്ട് സാറേ ദുബൈയിൽ എന്ന് പറഞ്ഞിട്ട്. അത്രത്തോളം മാധ്യമങ്ങളെയും കോടതിയെയും ജനങ്ങൾ ആശ്രയിക്കുന്നത്. അത് നിങ്ങൾ തിരിച്ചറിയണോ? ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഒന്ന് കോടതിയെയും ഒന്ന് മാധ്യമങ്ങളെയാണ്. അതുകൊണ്ടാണ് 7ാം ക്ലാസ് പഠിക്കുന്ന ആ കുട്ടി അന്ന് നിങ്ങളെ വിളിച്ചത്. സാറേ എന്റെ അങ്കിളുണ്ട് കാച്ച നിങ്ങൾക്കാടെ റിപ്പോർട്ടർമാരുണ്ടാവും, നിങ്ങൾക്കാടെ ഇതുണ്ടാവും, നിങ്ങൾക്ക് വിവരങ്ങൾ കൈമാറി. ശരി, നമുക്ക് ആ വിഷയം ഒരു ദിവസം ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ മനുവേട്ടാന്ന് വിളിച്ചിട്ട് കുറേ പേര് എനിക്ക് ചുവന്ന ഹൃദയം അയക്കുന്നത്. ഈ സജീവ് ഇങ്ങനെ എന്നെ വിളിക്കുന്നുണ്ട്. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ വിളിക്കുന്നതുകൊണ്ടാണ്. പേരാമ്പ്രയിൽ വിവാദത്തിൽ നറേറ്റീവ് പിടിക്കുന്നവർക്കാണ് നേട്ടം. പൊതുജനങ്ങൾ അന്യായം എന്ന് കണ്ടാൽ പ്രതിപക്ഷത്തിന് വോട്ട്, നിയമലംഘനമെന്ന് തെളിഞ്ഞാൽ ഭരണപക്ഷത്തിന് നേട്ടം എന്നൊക്കെ എന്നോട് അപർണ നമ്മുടെ ബഡ്ഡിംഗ് ജേർണലിസ്റ്റ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ശ്രീ ശ്രീനിവാസൻ തിരുവനന്തപുരത്ത്. ശ്രീ ശ്രീനിവാസൻ ചുരുങ്ങിയ വാക്കുകളിൽ, സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാം. ഈ മതവികാരങ്ങളൊക്കെ എന്നും പറയുന്ന കാര്യങ്ങളാണ് ഈ ഗോപാലകൃഷ്ണൻ പറയുന്നത്. ഗുരുവായൂർ അമ്പലത്തിന്റെ ചുറ്റുപാടും ഹിന്ദുക്കളും തൊഴാൻ വരുന്നു എന്ന് വിചാരിച്ചിട്ട് അത് ഹിന്ദുസം മാത്രം പറയുന്നത് ഗോപാലകൃഷ്ണൻ പറയുന്നത് ശരിയല്ല. ഓക്കെ, നമുക്ക് ഇങ്ങനെ സമയം അതിക്രമിക്കാൻ കൂടുതൽ ആളുകളിലുകൊണ്ടാണ്. നമുക്ക് വിശദമായ ഒരു ദിവസം സംസാരിക്കാം. രാജൻ കൊല്ലത്ത് നിന്ന് ചുരുങ്ങിയ വാക്കുകളിൽ. ശ്രീ രാജനുമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, തിരിച്ചു പറയരുത്. പിന്നെ അഹമ്മദ് കൊരമ്പെ എന്ന് പറഞ്ഞ ഒരു ഉസ്താദ് ഉണ്ട് ഇവിടെ. പുള്ളി പറഞ്ഞ എന്റെ അടുത്ത് സ്ത്രീകള് പിന്നെ മത്സരിക്കാൻ പാടില്ല, സ്ത്രീകൾ ഭരണത്തിൽ വന്നാൽ അത് ആ സ്ഥലം മുടിഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. അപ്പൊ അതുപോലെ ഇത് ചെയ്യാൻ പാടില്ല. അവര് ഫാത്തിമ തഹ്ലിയ മത്സരിക്കുന്നത് തെറ്റാണെന്നാണ് പുള്ളി എന്നോട് പറഞ്ഞത്. ഈ മുസ്ലിം മതപണ്ഡിതനാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ എന്നോട് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ TK രാമകൃഷ്ണൻ എനിക്ക് 40 വർഷമായിട്ട് അറിയാം. പുള്ളി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, വെറുതെ പറയുന്നതാണ്. ഇത് TK രാമകൃഷ്ണൻ ചെയ്യുന്നതായിരിക്കില്ല. അദ്ദേഹം ഒരു പ്രചരണ അടുത്ത് പോയി ഒരു ഓഡിയോ ഉണ്ടാക്കി കൊടുക്കുക. ഇതിനു വേണ്ടി പ്രചരണത്തിന് ഇവര് തന്നെ ഉണ്ടാക്കി പുറത്തു വിട്ടതാണ്. മൂന്നാമത്തെ കാര്യം, UDF ജയിക്കും, കേരളം നശിക്കും, എഴുതി വെച്ചോ. ഇതാ ഉണ്ടാകാൻ പോകുന്നത്. ഇനിയും KSRTC കാണണമെങ്കിൽ പാപ്പനംകോട് ഡിപ്പോയിൽ പോയി KSRTC കാണേണ്ടി വരും 4 മാസം കഴിയുമ്പോ. ഇത് എഴുതി വെച്ചോ സാറ്. അങ്ങയുടെ മണ്ഡലത്തിൽ ആര് ജയിക്കുക? അത് ഒറ്റ വാക്കിൽ. എന്റെ മണ്ഡലത്തിൽ പിന്നെ കൊല്ലവാ. ഞങ്ങൾ നോക്കിയിട്ടുണ്ട് ആരാ ജയിക്കുന്നതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പറയില്ല. പക്ഷെ നമ്മുടെ പിന്നെ ചവക്കാരനുണ്ടല്ലോ ഷിബു തോറ്റു പോകും, മറ്റേ ഞങ്ങളുടെ ആളെ ജയിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ ബിനോയ് കൊല്ലത്ത് നിന്ന്. ശ്രീ ബിനോയ് തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ പ്രചരണത്തിലായിരിക്കും അല്ലേ? പ്രചരണത്തില സൗണ്ട് എല്ലാം പോയി. സൗണ്ടൊക്കെ പോയോ? എന്താണ് പ്രസംഗമായിരുന്നു അതോ മുദ്രാവാക്യം വിളിച്ച് സൗണ്ട് പോകുന്നതാണ്? ചെറുതായിട്ടൊക്കെ പ്രസംഗിക്കും, ചെറിയ രീതിയിലൊക്കെ. അപ്പൊ പ്രസംഗവും മുദ്രാവാക്യവുമായി സൗണ്ട് പോവുകയാണ് അല്ലേ?
100%. ഓക്കെ. അപ്പോൾ ശ്രീ ബിനോയ്, ഈ വിവാദങ്ങൾ ഇങ്ങനെ പുകയുന്നു. ഒരിടത്ത് ഈ അനൗൺസ്മെൻറ്റ് വിവാദം, മറ്റൊരിടത്ത് സ്ഥാനാർത്ഥിയെ തടയുന്നു, വേറൊരിടത്ത് ഇങ്ങനെ എന്താണ് സ്ഥാനാർത്ഥികളുടെ മതം. അപ്പോൾ ഇത് മതം ഒരു പ്രശ്നമാണോ സ്ഥാനാർത്ഥികളുടെ, ശ്രീ ബിനോയ്, തെരഞ്ഞെടുപ്പിൽ? മതം ഒന്നും പ്രശ്നമല്ല. ഇവിടെ CPM-നും BJP-യും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. അവർക്ക് പണ്ട് ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ചിട്ട് പോയ ഡിവൈഡ് ആൻഡ് റൂൾ ഉണ്ട്. അപ്പം ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള അജണ്ട ഇവർ രണ്ടുപേരും കൂടി ഏറ്റെടുത്തിരിക്കുക. അത് വടകരയിൽ പൊളിഞ്ഞതാ. വീണ്ടും പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി ഈ TP രാമകൃഷ്ണന്റെ പ്രചരണ വണ്ടിയിൽ കാഫിർ പ്രയോഗം നടന്നു. അപ്പൊ ചിലപ്പോൾ TP രാമകൃഷ്ണൻ അതിനകത്ത് പിന്നെ നിഷ്കളങ്കനായിരിക്കാം. പക്ഷെ പാർട്ടി വീണ്ടും പാർട്ടിയുടെ അടിത്തട്ടുകളിൽ ഇങ്ങനെ ഇലക്ഷൻ പ്രചരണം നടത്തിയാൽ വിജയിക്കാമെന്നൊരു ബോധം വന്നു. അപ്പൊ BJP-യും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. BJP ഗോപാലകൃഷ്ണൻ ഗുരുവായൂർ പറയുന്നത് അവര് പേരാമ്പ്രയിൽ പറയുന്നു. ഇവര് രണ്ടുപേരും ജനാധിപത്യത്തെ അട്ടിമറിച്ച് രണ്ടുപേരും വർഗീയ കാർഡുകൾ ഇറക്കി വിടുകയാണ്. പക്ഷെ പേരാമ്പ്രയിൽ നേരത്തെ 70% വിജയം ഉറപ്പിച്ചെങ്കിൽ ഇപ്പൊ 100%. ഇത് TP രാമകൃഷ്ണനെ നല്ലതുപോലെ ബാധിക്കും. അതുകൊണ്ട് CPM-കാരോട് എനിക്ക് പറയുവാനുള്ളത്, ഇത്രയും തരം താഴരുത്. വിജയിക്കും തോൽക്കും, പക്ഷെ ജനാധിപത്യവും മതേതരത്വവും നമ്മളുടെ നാട്ടിന് ആവശ്യമാണ്. എന്തായാലും TP രാമകൃഷ്ണൻ തോക്കുമെന്നുള്ളതിന്റെ ഉറപ്പാണ്. ഞങ്ങൾ 100 സീറ്റും പിടിക്കും. പക്ഷേ ഗോപാലകൃഷ്ണൻ കാണിച്ച വെറും ഒരുമാതിരത്തെ ഞാനതിന് വാക്ക് പറയുന്നില്ല, അത് വാക്ക് പറഞ്ഞാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ജനാധിപത്യ രീതിയിൽ മത്സരിക്കുക. ജനത്തിനറിയാം ആർക്ക് വോട്ട് ചെയ്യണം, ആരധികാരത്തിൽ വരണം, ആര് ഭരിക്കണമെന്നൊക്കെ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ AK കൃഷ്ണൻകുട്ടി, നമ്മുടെ മണിമലയാണ്, എന്നോടൊപ്പം പറയുന്നു കേരളത്തിൽ ഈ പരിപ്പ് പോയില്ല, കേരളത്തിൽ മതം വിൽക്കില്ല എന്ന്. ഏതായാലും ഞാൻ പൊതുവേദി തുടരുകയാണ്. അവിടെ പേരാമ്പ്രയിൽ അനൗൺസ്മെന്റ് വിഭാഗത്തിൽ തനിക്ക് വരണാധികാരിയുടെ നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ TP രാമകൃഷ്ണൻ വ്യക്തമാക്കുന്നത്. പേരാമ്പ്ര മണ്ഡലത്തിൽ ഉള്ളൊരു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയൊക്കെ പുറത്തിറക്കിയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഈ മാധ്യമങ്ങളെ കണ്ടത്. അപ്പോഴാണ് അദ്ദേഹം വ്യക്തമാക്കി തനിക്ക് അങ്ങനെ ഒരു നോട്ടീസ് കിട്ടിയിട്ടില്ല. ഇവിടുത്തെ സമാധാന അന്തരീക്ഷം തകർക്കുക എന്നതാണ് ഇത്തരം വിവാദമുണ്ടാക്കുന്നവരുടെ ലക്ഷ്യം. അത് പ്രചരണത്തിനായി താൻ ഉപയോഗിക്കുന്ന ഒരു അനൗൺസ്മെൻ്റ് ഉണ്ട്. അത് ഒരു പെൻഡ്രൈവിലാക്കി തൻ്റെ കയ്യിൽ ഉണ്ട്. അത് ആർക്കും പരിശോധിക്കാം. അതിൽ ഇങ്ങനെയൊന്നും ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു. അതേസമയത്ത് അനൗൺസ്മെൻറ്റ് വിഭാഗത്തിൽ അദ്ദേഹം കൂടുതൽ ഇത് സംബന്ധിച്ച് അധികം പ്രതികരിച്ചുമില്ല. സലീം മലപ്പുറത്ത് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ സലീം. നമസ്കാരം. ശ്രീ സലീം, മലപ്പുറത്തൊക്കെ തെരഞ്ഞെടുപ്പ് സലീമിന്റെ മണ്ഡലം ഏതാ? എന്റെ മണ്ഡലം മലപ്പുറം. അപ്പൊ അവിടെ വല്ല വിവാദം ഉണ്ടോ? എന്താ അവിടെയൊക്കെ സമാധാനമാണോ വിവാദമാണോ? ഇവിടെ ഒരു വിവാദവും. ഇവിടെ എന്ത് പറയാനാ, അതൊരു അവർക്ക് അനുകൂലമായ ഒരു മണ്ഡലം ആയതുകൊണ്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങളൊന്നും ഇവിടെ വിലപ്പോകുന്നില്ല. ആർക്കും ആവശ്യമില്ല, വിവാദങ്ങളുടെ താല്പര്യമില്ല. അപ്പൊ അവിടെ അങ്ങ് പറഞ്ഞത് ആർക്കനുകൂലമായ മണ്ഡലമാണ്? UDF-ന്. ഇത് UDF-ന് വ്യക്തമായ അനുകൂലമായ മണ്ഡലമാണ്. അപ്പൊ അവിടെ ഇത്തവണ മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിയല്ലേ? കുഞ്ഞാലിക്കുട്ടി. അപ്പൊ ശ്രീ അങ്ങൊക്കെ സലീമൊക്കെ പ്രചരണ രംഗത്തുണ്ടോ? ഇല്ല, ഞാൻ ഇടതുപക്ഷ അനുഭവിയാണ്, നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. ശരിയാണ്. അപ്പൊ KT മുജീബിന് ഇത്തവണ വിജയ സാധ്യത ഉണ്ടോ അവിടെ? വളരെ വിജയ സാധ്യത പോയിട്ട് വളരെ മോശമായ അവസ്ഥയാണ്. അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ മലപ്പുറം ജില്ലയിൽ ഇപ്രാവശ്യം എന്തെങ്കിലും അത്ഭുതം ഉണ്ടാക്കും. കാരണം 6 മണ്ഡലങ്ങൾ വ്യക്തമായിട്ട് 6 മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. അത് 6 മണ്ഡലം എന്ന് പറഞ്ഞാൽ നമ്മുടെ തവനൂരൊക്കെ അതിൽപ്പെടുവോ? തിരൂർ, താനൂർ, തവനൂർ, പൊന്നാനി, പെരിന്തൽമണ്ണ, മങ്കട വരുമോ? മങ്കടി നല്ല ഫൈറ്റാണ്. കാരണം ഇവരുടെ ഒരു മുസ്ലിം ലീഗ് മുൻ മണ്ഡലം പ്രസിഡന്റാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. കഴിഞ്ഞ പ്രാവശ്യം തന്നെ 9,000 സംതിങ് വോട്ടേ ഉള്ളൂ ഭൂരിപക്ഷം. അപ്പൊ മുസ്ലിം ലീഗിന്റെ തട്ടകത്തുനിന്ന് ഒരാളെ ഇതിൽ മത്സരിപ്പിക്കുമ്പോ നല്ല സാധനം, എല്ലാവരും നല്ല പൊരിഞ്ഞ മത്സരമാണ്. എനിക്ക് വലിയ പ്രതിസന്ധിയാന്നാ പറയുന്നത് അല്ലേ? നോക്കാം. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ മതം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ വിവാദ വിഷയമായി വരുന്നത് നമ്മൾ സാധാരണ കാണുന്നതാണോ, അത് ഇത് ആദ്യമായിട്ടാണോ ഇങ്ങനെ അങ്ങ് ചിന്തിക്കുന്നത്?
അല്ല, മതം അല്ല, ഇത് വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ UDFന്റെ ലക്ഷ്യം. കാരണം എല്ലാ വിവാദങ്ങളിലും അവർക്കൊരു എഡ്ജ് കിട്ടുന്നുണ്ട്. കാരണം കൂടുതൽ മാധ്യമങ്ങൾ 80% മാധ്യമങ്ങളും അവർക്ക് സപ്പോർട്ടായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുക. ആ റിപ്പോർട്ടിന്റെ ആനുകൂല്യം, അതായത് അവർക്ക് എതിരായിട്ടുള്ള വിവാദങ്ങളാണെങ്കിൽ കൂടി ചെറിയൊരു തഴുകൽ അതിൽ കിട്ടും. ആ ഒരു ഇത് വെച്ചിട്ടാണ് അങ്ങനെയെങ്കിലും പാവങ്ങൾ ജയിച്ചു പോട്ടെ, അല്ലാണ്ട് എന്താ പറയാ, പാവങ്ങൾ വേറെ എന്തായാലും വികസനം ചർച്ച ചെയ്തിട്ടെങ്കിൽ അവർക്ക് യാതൊരു സാധ്യതയില്ല. അതുകൊണ്ട് അവരിങ്ങനെ ഇത് വിവാദത്തിന്റെ പുറകെ പോയിട്ടോ എങ്ങനെയെങ്കിലും 10 വോട്ട് കിട്ടാൻ ശ്രമിച്ചോട്ടെ. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ശ്രീ റഷീദ് കൊയിലാണ്ടി ഉണ്ട്. ശ്രീ റഷീദ് കൊയിലാണ്ടി, വെറുതെ കുറേ വിവാദങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ പുറകെ ഇങ്ങനെ പോവുകയാണ്, അങ്ങനെ 10 വോട്ട് കിട്ടിയാൽ കിട്ടിക്കോട്ടെ നിങ്ങൾക്ക് എന്നൊക്കെയാണ് ഇടതുപക്ഷത്തിൻ്റെ പരിഹാസം. ശ്രീ റഷീദ് കൊയിലാണ്ടി എന്ത് പറയുന്നു ഈ പേരാമ്പ്ര സംഭവത്തെക്കുറിച്ച്? മനു, വെറുങ്ങാത്ത ഒരു ചാനൽ അഭിമുഖത്തില് നമ്മുടെ സാബു ജേക്കബ് പറഞ്ഞു കേട്ടിരുന്നോ? സാബു ജേക്കബിന്റെ അങ്ങ് ഉദ്ദേശിക്കുന്ന കാര്യമാണെന്നറിയില്ല, ഞാൻ കുറെ കാര്യങ്ങൾ കേട്ടു. അതിൽ പറഞ്ഞിരിക്കുന്നത് NDA അധികാരത്തിൽ വരും. പറയാ, അങ്ങനെയല്ലേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോ എല്ലാവരും ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചല്ലേ? രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രി ആവുന്ന ഇത് നേരത്തെ നമ്മളെ പിന്നെ നമ്മുടെ എന്തെങ്കിലും പഴയ BJPയുടെ പ്രസിഡന്റ് പിന്നെ സുരേന്ദ്രൻ പറഞ്ഞത് അന്ന് മെട്രോ സ്റ്റേഷൻ മുഖ്യമന്ത്രിയാവും എന്ന രീതിയിൽ തന്നെ. അപ്പൊ ഇതൊക്കെ സ്വാഭാവികമായിട്ട് അവര് ഒരു സ്വപ്നങ്ങളാണ്, അദ്ദേഹം പറയാ. കാരണം ഇപ്പോഴും ആ രീതിയിലൊക്കെ ചർച്ച വരുന്നുണ്ട്. ഈ പേരാമ്പ്രയെ സംബന്ധിച്ചിടത്തോളം പേരാമ്പ്ര പതിറ്റാണ്ടുകളോളമായി ഇടതുപക്ഷം കുത്തകയാക്കി വെച്ച ഒരു നിയോജകമണ്ഡലം. ആ നിയോജക മണ്ഡലത്തിൽ ഫാത്തിമ സഹലി നടത്തുന്ന ഒരു തേരോട്ടമുണ്ടല്ലോ. മലയോര മേഖലകളിലൊക്കെ അവർ തുളച്ച് കയറി ഗംഭീര പ്രകടനമാണ് നടത്തുന്നത്. അവിശ്വസനീയമായ പ്രചരണങ്ങൾ ICP വല്ലാതെ വിരളി ഒളിക്കുന്നുണ്ട്. അതേപോലെ അവിടുത്തെ ഭൂരിപക്ഷം നല്ല 20,000 വോട്ടിന് ഭൂരിപക്ഷം നല്ല ഭൂരിപക്ഷത്തിന് TP രാമകൃഷ്ണൻ ജയിച്ചതാണ്. പക്ഷെ ഇന്നത്തെ അവസ്ഥ അതല്ല. ഈ ഫാത്തിമ സഹലി വന്നതോടുകൂടി അതേപോലെ തന്നെ ഈ ഫാക്ട് ഉണ്ടല്ലോ, ഷാഫി പറമ്പിന്റെ ഒരു ജനസമ്മതി, അതും അതേപോലെ രാഹുൽ ഗാന്ധി വന്നതോടുകൂടി ഇളകി മറിഞ്ഞിട്ടുണ്ട്. ഈ ഇളകി മറിഞ്ഞതോടുകൂടി LDFന് വിരളി പിടിച്ചു. അപ്പോ അവര് ഈ പറയുന്നത് വർഗീയ അജണ്ട ഉണ്ടാക്കി അവര് വോട്ടുകൾ തട്ടിയെടുക്കാനുള്ള ശ്രമം നടത്തി. അതൊന്നും വിലപ്പോവില്ല. ഇപ്പൊ കേരളത്തിലെ മതേതര ജനസമൂഹം ഇത്തരം, കാരണം നേരത്തെ ഇവര് വടകരയിൽ ഒരു പയറ്റി നോക്കിയതാണ്, അവിടെയും പരാജയപ്പെടുക. പിന്നെ എന്തിനാണ് ഇവർ ഈ ഒരു നമ്മുടെ തമ്മിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കി, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി, മനുഷ്യ മനസ്സുകൾ വിഷം കുത്തിവെക്കുന്ന രീതിയിൽ എന്തിനാണ് ചെയ്യുന്നത്? അതിന്റെ ആവശ്യമില്ലാതെ രാമകൃഷ്ണൻ ആദ്യം പറഞ്ഞു അത് പരിശോധിക്കേണ്ടതാണ്, നിങ്ങൾ അറിയുന്നൊന്നും ഇല്ല എന്ന രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് എവിടെ നിന്നാണെന്നുള്ളതിനെ കുറിച്ച് അന്വേഷണം ഇപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുന്നത് TP രാമകൃഷ്ണന് എന്താണ് ഇതിന്റെ സ്ഥിതി എന്നറിയാൻ വേണ്ടി. അപ്പൊ ഇതൊന്നും പാടില്ല. TP രാമകൃഷ്ണൻ ഒക്കെ നല്ല ജനകീയ മുഖമുള്ള നല്ല നേതാവാണ്, നല്ല നമുക്കെല്ലാം എപ്പോഴും അഭിപ്രായമുള്ള ഇടതുപക്ഷത്തിന്റെ നേതാക്കളിൽ ഒരാളാണ് TP രാമകൃഷ്ണൻ. TP രാമകൃഷ്ണന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ലാത്ത ഒരു സംഗതി അദ്ദേഹം ഒരിക്കലും അനുമതി കൊടുത്തിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത്. വ്യക്തമാണ്. അപ്പൊ അങ്ങ് പറഞ്ഞ അഭിപ്രായം വ്യക്തമാണ്. സമയം ഇങ്ങനെ അതിക്രമിച്ച് പോകുന്നതുകൊണ്ടാണ്. ഏതായാലും വളരെ നന്ദി അവിടുന്ന് പ്രതികരിച്ചു. അപ്പൊ സുരേന്ദ്രൻ, ഇത് ഇടത് കോട്ടയിൽ രാഹുൽ ഗാന്ധി വരുന്നു, ഷാഫി പറമ്പിലിൻ്റെ പ്രകടനം, ഇതെല്ലാം കൂടി ആകുമ്പോൾ ഈ ഫാത്തിമ തെഹ്ലിയ ഒരു മിന്നൽ പ്രകടനം അവിടെ ഇടിച്ചു കയറ്റം നടത്തുന്നു, ഭയചികിതരായി LDF നിൽക്കുന്നു, അതിൻ്റെ ഭാഗമാണ് ഇത്തരം ആരോപണങ്ങൾ എന്നാണ് ശ്രീ റഷീദ് കൊയിലാണ്ടി എന്നോട് പറഞ്ഞത്. അപ്പോൾ ശ്രീ സുരേന്ദ്രൻ എന്ത് തോന്നുന്നു? നമസ്കാരം സാറേ. അതിന് മുന്നേ ഞാൻ പറയട്ടെ, ഈ പത്തനാപുരം എന്ന് പറഞ്ഞൊരു നിയോജകമണ്ഡലം നമ്മുടെ കേരളത്തിലുണ്ട്. അവിടെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു വ്യക്തിഗത ചെയ്തിട്ട്. ബേപ്പൂർ എന്നൊരു നിയോജകമണ്ഡലം ഉണ്ട് നമുക്ക്. അവിടെ സ്ഥാനാർത്ഥി തന്നെ എതിർ സ്ഥാനാർത്ഥിയെ വ്യക്തിഗത ചെയ്യുന്ന രൂപത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് എന്റെ അറിവ്. ഞാൻ അത് കണ്ടിട്ടുള്ളതാണ്. കൂടാതെ പിന്നെ നമ്മുടെ പയ്യന്നൂര് വ്യാജ ഐഡന്റിറ്റി കാർഡ് നിർമ്മിച്ചു എന്ന് പറഞ്ഞിട്ടൊരു കേസ് ഒരു വാർത്ത ഉണ്ടായിരുന്നു. അത് എവിടെ പോയി എന്നുള്ളത് അറിയില്ല. അതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അതുമാതിരി തന്നെ വയനാട് ഫണ്ട് CPMന്റെ കേന്ദ്ര നേതൃത്വം പിരിച്ച ഫണ്ട് എവിടെയെന്ന് പറഞ്ഞിട്ട് രാജു P നായർ ഒരു ചാനലിലിരുന്ന് വർത്തമാനം പറഞ്ഞ് അരമണിക്കൂറുകൾക്കുള്ളില് അതിന്റെ ആ റിസൾട്ട് അപ്പൊ തന്നെ പറഞ്ഞിരുന്നു. അതായത് കേന്ദ്ര ഫണ്ട് എന്താണ് പിരിച്ചതും അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിട്ടുള്ളതാണെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ നേരത്തെ ഗോപാലകൃഷ്ണൻ സാറ് പറഞ്ഞിരുന്ന കണ്ണനെ ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നത്. അദ്ദേഹം പറഞ്ഞ്
നോക്കണ്ട. അദ്ദേഹം അങ്ങനെയാണ്. നമ്മുടെ തൃശ്ശൂർക്കാരിലെ ഒരു അഭിമാനമാണ് ഗോപാലകൃഷ്ണൻ സാർ നമുക്ക് തൃശ്ശൂരിന് വേണ്ടിയിട്ട്. അത് നോക്കണ്ട. അദ്ദേഹത്തിന് നോക്കുകയാണെങ്കിൽ തൊട്ടടുത്ത് രവീന്ദ്രൻ മാഷ് മത്സരിക്കുന്നുണ്ട്. ഗുരുവായൂരിന്റെ പല ഭാഗങ്ങളും, അതായത് നേരത്തെ ഒരു പ്രശ്നം പറഞ്ഞ മാതിരി തന്നെ ഗുരുവായൂരിന്റെ പല ഭാഗങ്ങളും ഈ പറഞ്ഞ രവീന്ദ്രൻ മാഷ മണ്ഡലത്തിൽ വരും. അപ്പൊ അദ്ദേഹം ചെയ്യേണ്ടത് രവീന്ദ്രൻ മാഷെ വിജയിപ്പിക്കുക. പിന്നെ എ വി ഗോപിനാഥ് സാറാണ് അവിടുത്തെ മറ്റേ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിട്ട് വരുന്നത്. അപ്പൊ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് കോൺഗ്രസ് ഇല്ലാത്ത വിവാദങ്ങൾ ഇപ്പൊ രാഹുൽ ഗാന്ധിയെ രാഹുൽ ഗാന്ധിയെ കൊണ്ട് ആരെ ചോദിപ്പിച്ചു നമുക്ക്. ഞാനത് വീണ്ടും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം അതിന് മുഖ്യമന്ത്രി കറക്റ്റായിട്ട് മറുപടിയൊക്കെ കൊടുത്തു. അപ്പൊ രാഹുൽ ഗാന്ധി വന്ന പഴയ മാതിരി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. രാഹുൽ ഗാന്ധിയുടെ രേവന്ത് റെഡ്ഡി ഉണ്ടല്ലോ, ആ രേവന്ത് റെഡ്ഡിയുടെ സംസ്ഥാനത്ത് എങ്ങനെയാണ് അവിടെ കാര്യങ്ങളൊക്കെ നടക്കണേ നോക്കുക. ഹിമാചൽ പ്രദേശില് അവിടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ശമ്പളമൊക്കെ വെട്ടിക്കുറച്ചിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ ഇപ്പൊ ഈ KSRTCക്ക് ഒന്ന് പൊന്തി നിവർന്ന് നിൽക്കാനായിട്ട് പറ്റുന്നില്ല. അതിന്റെ നടു വീണ്ടും ഓടിക്കാനായിട്ടുള്ള ഒരു പദ്ധതിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഇൻഷുറൻസ് പദ്ധതി ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും അധികം സൗജന്യ ചികിത്സ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ള കേരളത്തിലാണ്. പിന്നെ ഈ ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പ്രൈവറ്റ് ഈ ഇൻഷുറൻസ് കമ്പനികളെ ഏൽപ്പിച്ച് സൗജന്യ ചികിത്സ കൊടുക്കാന്നാണ് പറയുന്നത്. അത് എന്തിനാ നമ്മുടെ അവിടുത്തെ മെഡിക്കൽ കോളേജുകളും മറ്റുള്ള ഗവൺമെന്റ് ഉടമസ്ഥയിലുള്ള നമ്മുടെ ജില്ലാ ആശുപത്രികളെയൊക്കെ തകർക്കാനുള്ള ഒരു പദ്ധതിയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ തകർത്തുകൊണ്ട് മാത്രമേ ഇവർക്ക് അതായിരിക്കും ഈ ഫണ്ടുകളൊക്കെ വരുന്നത് എവിടെ നിന്നാണെന്നറിയോ? ഈ കോൺഗ്രസിന് ഇഷ്ടം പോലെ ഫണ്ടുകളുണ്ട്. നമ്മുടെ അവിടെയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് കാശെടുത്ത് ഓരോ വീടുകളിലും പോയിട്ട് പിരിച്ചു കിട്ടുന്ന കുറച്ച് പൈസ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെയൊക്കെ കോൺഗ്രസിനൊക്കെ ഇഷ്ടം പോലെ ഫണ്ടാണ്. BJP ഇവന് പറയേണ്ട കാര്യമില്ലല്ലോ സാറിന് നേരത്തെ. കൃത്യമായി സമയം കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പൊ ഹക്കീം ബേക്കൽ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പൊ ഹക്കീം ബേക്കൽ പക്ഷേ കമന്റുകൾ വല്ലപ്പോഴും ഇടാറുള്ളൂ. ഇന്ന് അദ്ദേഹത്തിന് മുന്നണികൾ തമ്മിൽ ഡീൽ കാര്യം, അല്ലെങ്കിൽ വിവാദം, അല്ലെങ്കിൽ ഫണ്ട് മുക്കിയത്, ലൈംഗിക ആരോപണം, ഇതൊക്കെ അന്യോന്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, വിലക്കയറ്റം ആരും പറയുന്നില്ലല്ലോ എന്നാണ് ശ്രീ ഹക്കീം ബേക്കൽ പറയുന്നത്. ഹക്കീം ബേക്കലിൻ്റെ ആ നിലപാടിനോട് ഞാനും യോജിക്കുകയാണ്. കാരണം ഈ മനുഷ്യരുടെ വിലക്കയറ്റമാണ് ഒരു മനുഷ്യനെ ഏറ്റവും അധികം കുടുംബങ്ങളെയൊക്കെ ബാധിക്കുന്നൊരു വിഷയം. അപ്പോൾ വിലക്കയറ്റത്തിനനുസരിച്ച് വരുമാന വർധനവ് ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ സാധനങ്ങളുടെ വില കുറയ്ക്കാനൊക്കെയുള്ള തീവ്ര ശ്രമം നടത്താൻ ഒക്കെയുള്ള ശ്രമം ഉണ്ടാകണം. അപ്പോൾ നമ്മുടെ ശ്രീ കൃഷ്ണൻകുട്ടി മണിമല കൂടി എന്നോടൊപ്പം ചേരുന്നു. ലീഗുകാർ മതമാണ് മുഖ്യം, ലീഗിനും മുസ്ലിമിനും വേണ്ടിയുള്ള പാർട്ടി എന്ന് പറഞ്ഞാൽ മതേതരത്വം എന്ന് എന്നോട് ആസ്റ്റൺ പറയും. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല, കേൾക്കാമോ? നമസ്കാരം. ഈ കനത്ത വിവാദങ്ങൾ നാലു വഴിക്ക് ഉയരുകയാണ്. അങ്ങക്ക് എന്ത് തോന്നുന്നു? ഇത് ആർക്ക് ഗുണം ചെയ്യും? അല്ല, ഇതിപ്പോ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ട്, അത് കൊണ്ടാടുന്നവരുണ്ട്. അത് സംഭവിക്കുന്നത് ഏതെങ്കിലും കേരളം എന്ന് പറയുന്ന വലിയൊരു സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു വാർഡിലോ ഏതെങ്കിലും ഒരു പട്ടണത്തിലോ നടന്ന ഒരു ചെറിയ സംഭവം ഇങ്ങനെ പർവ്വതീകരിച്ച് അത് സംഭവം എത്ര നടന്നതെന്ന് പോലും നമ്മൾ കേൾക്കുന്നവർക്ക് അറിയില്ല, എനിക്കും അറിയില്ല. അതിങ്ങനെ ഒരു ചർച്ചയ്ക്ക് വെക്കാതെ ഈ 4-5 ദിവസം മാത്രം ഇനിയും പ്രചരണത്തിന് ബാക്കിയുള്ള സമയത്ത് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാതെ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിട്ട് ഈ കളിക്കുന്ന പരിപാടികളൊക്കെ നിങ്ങൾ മാധ്യമങ്ങളിലും ഇതിനകത്ത് ഉത്തരവാദികളാണ്. ഇതൊന്നും അല്ല ഇപ്പൊ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങള്. ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ കേരളത്തിന് എന്താണ് നടക്കേണ്ടിയിരുന്നത്, അതെല്ലാം നടന്നിട്ടുണ്ടോ, ഇനി എന്തൊക്കെയാണ് നടക്കേണ്ടിയിരിക്കുന്നത്? ഇപ്പം 3 മുന്നണികളും അവരുടെ പ്രകടനപത്രിക പുറത്തിറക്കിയിട്ടുണ്ട്. അതിന്റെ വാലിഡിറ്റി എത്ര ഉണ്ട്, അതിൽ പ്രകടനപത്രിക വെച്ചവര് എന്നൊക്കെ നടപ്പിലാക്കിയ ചരിത്രമുണ്ട്. ഇനി ആരെയൊക്കെ വിശ്വസിക്കാം, ഇതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്. അതിന് പകരം ഏതെങ്കിലും പോക്കറ്റിൽ ഏതെങ്കിലും ആരും മതം പറഞ്ഞെന്നും പറഞ്ഞൊക്കെ ചർച്ച ചെയ്യുന്നത് വളരെ ചീപ്പാണ്. ന്യൂസ് 8 അതിന് കൂട്ടുനിൽക്കുന്നതെന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ഈ നമ്മുടെ പ്രകടന പത്രിക അതുമെല്ലാം വളരെ വിശദമായി തന്നെ നമ്മൾ എടുത്തു. എടുത്തൊന്നുമില്ല. ഞാൻ ഈ 3-4 ദിവസമായിട്ട് നോക്കുന്നുണ്ട്. ഇന്നലെ ചർച്ച ചെയ്തത് യുദ്ധമായിരുന്നു, ട്രംപും ഒക്കെ ആയിരുന്നു വിഷയം. ഇന്നലെ ഒന്നും ചർച്ച ചെയ്തിട്ടില്ല. അല്ല, അങ്ങ് ശ്രദ്ധിക്കുന്നില്ല. പൊതുവേദിയിൽ സംഭവം ചർച്ചയ്ക്ക് വന്നിട്ടില്ല. എന്താ പ്രകടനപത്രിക വന്ന ഇന്നലെയല്ലേ? പിന്നീട് എന്നെ ചർച്ച ചെയ്തത് ഇന്നലെ എന്താ ചർച്ചയായിട്ടില്ല. ആണോ? പക്ഷെ ഇന്നലെയാണല്ലോ പ്രകടനപത്രിക വന്നത്, അതറിയില്ലേ? അതെനിക്കറിയാം. പിന്നെ എങ്ങനെ ചർച്ച ചെയ്തു? പൊതുവേദി പിന്നെ എല്ലാ പൊതുവേദിയും ചർച്ച ഇന്നലെ പൊതുവേദി ചർച്ച ചെയ്ത് പിന്നെ ട്രംപും യുദ്ധവും ഒക്കെ ആയിരുന്നു. അപ്പൊ തന്നെ ഞാൻ പ്രതിഷേധം പറഞ്ഞിരുന്നു, ഇതല്ല ചർച്ച ചെയ്യേണ്ടത് പറഞ്ഞിട്ട്. അപ്പം അവതാരകൻ എന്ത് വെക്കിട്ട് കയറി, മനസ്സിലായോ? വെക്കിട്ട് കയറിയെന്നല്ല, പുള്ളി എന്നോട് എതിർപ്പ് പ്രകടിപ്പിച്ചു. അപ്പൊ അതൊക്കെ ചർച്ച ചെയ്യേണ്ടതിന് പകരം നോക്കൂ, ഇതിനു മുമ്പ് മതമാണ് ഞങ്ങൾക്ക് മുഖ്യമെന്ന് ഒരാൾ പറഞ്ഞപ്പോ അത് ചർച്ച ചെയ്തിട്ടില്ല പൊതുവേദി.
അതുപോലെ തന്നെ ഗോപാലകൃഷ്ണൻ പിന്നെ മറ്റേ ഗോപാലകൃഷ്ണൻ അവിടെ ഗുരുവായൂർ ഹിന്ദു സ്ഥാനാർത്ഥിയെ വെക്കണമെന്ന് പറഞ്ഞ് അവിടെ പോസ്റ്റർ സമയം അതിക്രമിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത് ഒരു മിനിറ്റ്, അങ്ങ് എല്ലാ വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യണം എന്ന് പറയുന്നില്ല. ഇപ്പൊ നമ്മൾ ഇന്നലെ പറയട്ടെ, ഇത് അങ്ങ് പറഞ്ഞല്ലോ, ഇത് സമയം കഴിയാറായതുകൊണ്ട് ഞാനും കൂടി ഒന്ന് പറഞ്ഞോട്ടെ. നമ്മൾ രാവിലെ മുതൽ ഒരു വിഷയം, അങ്ങിത് സമയം കൊടുക്കുന്നില്ല. രാവിലെ മുതൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തൊട്ട് തന്നെ ഇത് വരാൻ പോകുന്നു, വന്നു, അതിൻ്റെ മുഴുവൻ വിഷയങ്ങളാണ്. അപ്പോൾ അതിൽ ആ ഒരു കണ്ടിന്യൂസ് ആയി അത് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊരു ചിലപ്പോൾ ഒരു മാറ്റങ്ങൾ ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എടുത്തിട്ടുണ്ടാവും. പക്ഷെ അത് എല്ലാ വിഷയങ്ങളും പൊതുവേദിക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല. നമുക്ക് അരമണിക്കൂറും ഒരു വിഷയമല്ലേ, ഒരു ദിവസം ഒരുപാട് വിഷയങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ അത് പറയാനുള്ള സമയമുണ്ട്. എനിക്ക് ഇന്ന് സമയം തീരെ കുറവായതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഈ വിഷയം യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. ആ വിഷയത്തിൽ ഈ ഇത്തരം പ്രയോഗങ്ങൾ CPM-ന് തിരിച്ചടിയാകുമോ എന്ന് ചോദിക്കുമ്പോൾ 86% ആളുകളും ഇത്തരം വിഷയങ്ങൾ, ഇത്തരം പ്രതികരണങ്ങളൊക്കെ CPM-ന് തിരിച്ചടിയാകും എന്ന് പറയുന്നു. ഏതായാലും തിരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങളിൽ നിന്ന് പല കാര്യങ്ങൾ നമുക്ക് വ്യക്തമാണ്. ഏതായാലും വിഷയങ്ങൾ മാറി അത് പലപ്പോഴും വിവാദങ്ങളിലേക്ക് പോകുന്നു എന്ന സംശയം അവിടെ ബാക്കി നിൽക്കുകയാണ്. ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ വോട്ടർമാരുടെ തീരുമാനത്തെ സ്വാധീനിക്കാം. വിവാദങ്ങൾ ആരെ ഉയർത്തും ആരെ വീഴ്ത്തും എന്നൊന്നും പറയാനില്ല. എല്ലാം അന്തിമമായി തീരുമാനിക്കുന്നത് വോട്ടർമാരാണ്. ജനങ്ങളുടെ വിധിയാണ് ഈ പ്രചാരണ പോരാട്ടത്തിൻ്റെ യഥാർത്ഥ ഉത്തരം എന്ന കാര്യം മാത്രം ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.